ആദായമെടുക്കാൻ കഴിയാത്ത പറമ്പ് നിങ്ങൾക്ക് വിൽക്കാം. കറവ പറ്റി ആദായം തെളിച്ചാൽ പശുവിനെയും വിൽക്കാം. ആദായമില്ലാത്ത ബാർബർ ഷോപ്പിലെ ബിസിനസ് അവസാനിപ്പിക്കാം. ആദായമില്ലാത്ത സ്കൂളുകൾ പൂട്ടാനാകുമോ? മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മലാപ്പറമ്പിനു പിന്നാലെ കോഴിക്കോട്ട് തിരുവണ്ണൂരിലെ പാലാട്ടുനഗർ, തൃശ്ശൂരിലെ കിരാലൂർ, മലപ്പുറത്ത് മങ്ങാട്ടുമുറി LPS. ലിസ്റ്റ് അനന്തമാണ്. 5137 അനാദായകരമായ സ്കൂളുകളിൽ 3500 എണ്ണം അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. 60 വിദ്യാർത്ഥികളിൽ താഴെയുള്ളത്. 30 വിദ്യാർത്ഥികളിൽ താഴെയുള്ള 1500ഓളം സ്കൂളുകൾ, 20 വിദ്യാർത്ഥികളിൽ താഴെയുള്ള 700ഓളം സ്കൂളുകൾ, 10 വിദ്യാർത്ഥികളിൽ താഴെയുള്ള 350ഓളം സ്കൂളുകൾ, ഇവയെല്ലാം അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. യഥാർത്ഥത്തിൽ ഈ സ്കൂളുകളെ അടച്ചുപൂട്ടിക്കുന്നത് ആരാണ്? മാനേജർമാരാണോ? അതല്ല ഇതുവരെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നവരോ? നമ്മൾ പൊതുസമൂഹമോ? അന്വേഷിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് താല്പര്യമുള്ള മാനേജർമാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരത്തെത്തുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? റിയൽ എസ്റ്റേറ്റ് മാനേജർമാർ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. പൂട്ടിയ മലാപ്പറമ്പ് സ്കൂളിലെ അധ്യാപകൻ ശ്രീ രാധാകൃഷ്ണൻ ഇരവിൽ, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും മലാപ്പറമ്പ് സ്കൂൾ സമരസമിതി അംഗവുമായ ശ്രീ PH താഹ, KSTU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ CP ചെറിയ മുഹമ്മദ്, KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ PK സതീഷ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KT രാധാകൃഷ്ണൻ മാസ്റ്റർ, കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ നാസർ എഡരിക്കോട്, ഒപ്പം അധ്യാപകരും രക്ഷകർത്താക്കളും സമരസമിതി ഭാരവാഹികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ശ്രീ രാധാകൃഷ്ണൻ്റെ വിലും തുടങ്ങുകയാണ്. നിർഭാഗ്യകരമായ ഒരവസ്ഥയിലാണ് ആ സ്കൂൾ എന്നിപ്പോൾ പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പോൾ പഠിപ്പിക്കുന്ന കളക്ട്രേറ്റിലാണല്ലേ? അതെ. എങ്ങനെയുണ്ട് കളക്ട്രേറ്റിലെ പഠിപ്പീര്? ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവിടെ ഇല്ലാതെയല്ല. കുട്ടികളുടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ കുറേ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വ്യക്തി ശുചിത്വത്തിനും മറ്റും പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സൗകര്യപ്രദമായ ടോയ്ലറ്റ് സൗകര്യമല്ല. ആദ്യത്തെ 2 ദിവസം ഉച്ചഭക്ഷണം ഞങ്ങൾ അധ്യാപകർ തന്നെ കയ്യിൽ നിന്ന് പണമെടുത്ത് തൊട്ടടുത്ത ക്യാൻറ്റീനിൽ നിന്നാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. കലക്ടർ അവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തിങ്കളാഴ്ച തൊട്ട് അതിൻ്റെ സംവിധാനം ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇതിനൊരു സമയകാലം കാണുമല്ലേ? ഇത്രയും കാലത്തോളം ഒരു കളക്ട്രേറ്റിലെ സ്കൂളാക്കി മാറ്റുക നല്ലതാണ് ആശയപരമായിട്ടൊക്കെ. ഒരുപക്ഷെ കേരള മോഡലുമാണ്. ഒരു കളക്ട്രേറ്റിൽ സ്കൂൾ തന്നെ സ്വന്തം കളക്ടർ നേരിട്ട് സർക്കാരിന് വേണ്ടി നടത്തുന്നു. പക്ഷേ എത്ര കാലം മുന്നോട്ട് പോകും രാധാകൃഷ്ണൻ ടിവിൽ ഇങ്ങനെ? ഇല്ല, ഇത് ഞങ്ങളൊരു താൽക്കാലിക സംവിധാനമാണ്. കളക്ടർ മാത്രമല്ല, ഞങ്ങളുടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അധ്യാപക പ്രസ്ഥാനമായ KSTA അവർക്ക് ദൃഢമായൊരു കാഴ്ചപ്പാടുണ്ട്. മാഷിന്റെ കുട്ടികൾ എവിടെ പഠിക്കുന്നത്? എൻ്റെ കുട്ടി SSLC കഴിഞ്ഞു. അവർ വയനാട്ടിൽ, എൻ്റെ ഭാര്യ വീട് മാനന്തവാടിയാണ്. അവിടെ LP സ്കൂള് സാധാരണ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. UP സ്കൂളും അങ്ങനെയാണ്. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായിട്ട് ഇവിടെ സ്കൂൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എവിടെയും ഈ മാനേജർ ഈ സ്കൂൾ പൂട്ടിയതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് കുട്ടികൾ കുറവാണെന്ന്. നിങ്ങളുടെ മാനേജർ ഈ ചർച്ചയിലേക്ക് വിളിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം അവസാന നിമിഷം ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറുകയാണ് ഉണ്ടായത്. ഒരു പക്ഷേ ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. കാരണം അദ്ദേഹം എല്ലാ മാധ്യമങ്ങളിലും പത്രങ്ങളും തികഞ്ഞ കളവാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ സ്കൂൾ ഏറ്റുവാങ്ങിയത് മുതലുള്ള പൂർണ്ണമായ ഹിസ്റ്ററി കംപ്ലീറ്റ് എനിക്ക് അറിയുന്നത് കൊണ്ട് അത് കൃത്യമായിട്ട് എനിക്ക് പറയാം. ഏകദേശം എത്ര സ്ഥലം വരും അത്? 36 സെന്റ് സ്ഥലമാണ് ആ വിദ്യാലയത്തിന് വേണ്ടി അന്ന് അദ്ദേഹം പഴയ മാനേജർ ചെയ്തത്. അതിന്റെ ചുറ്റുപാടും ഏകദേശം എത്ര വിലയുണ്ട് സ്ഥലത്തിന്? ഭൂമിയുടെ വില അത്ര കൃത്യമായിട്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില ഇപ്പോൾ മാനാഞ്ചിറ വെള്ളിമാടുന്ന റോഡ് പണിതിന് 14 ലക്ഷമോ 15 ലക്ഷമാണ്. 10 ലക്ഷമാണെങ്കിൽ പോലും ഏകദേശം 3,60,00,000 രൂപ അതിന് വില മതിക്കുമല്ലേ? ഭൂമിയുടെ വില ഞങ്ങൾ അധ്യാപകർ 3,60,00,000 രൂപ മുടക്കിയ മാനേജർ ഈ 60 വിദ്യാർത്ഥികളെയും നിങ്ങൾ അധ്യാപകരെയും കൊണ്ടുപോകേണ്ടതിന്റെ യുക്തി എന്താണ്? ഈ മാനേജർ ആ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് കേവലം 3 ലക്ഷത്തിനാണ്. കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പഴയ മാനേജർക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന 3 ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ ഒരു പഴയ നീല അംബാസഡർ കാറുമാണ്. അതിനുശേഷം 5 വർഷത്തിനുള്ളിൽ പറയാൻ പാടില്ലെങ്കിലും കോഴ എന്നുള്ള രീതിയിൽ അദ്ദേഹം എത്ര പേര് കോഴ കൊടുത്തിട്ടുണ്ട്? കൈക്കൂലിയും കോഴയും വാങ്ങാൻ പാടില്ലെങ്കിലും അദ്ദേഹം ഏത് രൂപത്തിലാണ് അത് സംഘടിപ്പിച്ചതെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് നല്ലൊരു തുക ഈ അധ്യാപകർ ശരാശരി അതിനുശേഷം അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അദ്ദേഹം. പത്മരാജൻ ഞാൻ കോഴ കൊടുത്തിട്ടല്ല സ്കൂളിൽ ചേർത്തിരിക്കുക. എന്നെ അദ്ദേഹമല്ല ചേർത്തിരുന്നത്, പഴയ മാനേജറാണ്. പത്മരാജൻ കോഴ വാങ്ങിച്ചിട്ടുണ്ട്. പത്മനാഭൻ കൃത്യമായിട്ട് ഇതിന് കോഴ വാങ്ങിച്ചിട്ടുണ്ട്. തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ രേഖകളൊന്നുമില്ല. പക്ഷേ ഏതാണ്ട് 25 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഈ സ്കൂൾ എടുത്ത 5 വർഷത്തിനുള്ളിൽ കിട്ടി. മാത്രമല്ല ആ വിദ്യാലയത്തിൻ്റെ ഒരു ഓടോ ഒരു പട്ടിയോ മാറ്റിവെക്കാൻ പോലും 1 രൂപ ആ കാലഘട്ടത്തിൽ ഇന്നും അദ്ദേഹം ചെലവഴിക്കാൻ തയ്യാറായിട്ടില്ല. CP ചെറിയ മുഹമ്മദ്,
നോക്കൂ, അദ്ദേഹത്തിന്റെ ഭാര്യ 3 അവിടെ ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും ഒരു അംബാസഡർ കാറും കൊടുത്തു വാങ്ങിയ ഒരു സ്കൂളാണ് ഏകദേശം 3,60,00,000 രൂപ ചുരുങ്ങിയത്. പത്മരാജനിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ 4-5 കോടി രൂപയ്ക്ക് ആ സ്ഥലം ഭാവിയിൽ വിൽക്കാൻ സാധിക്കുമെങ്കിൽ ആ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിന് ഉത്തരവ് കൊടുത്തത് UDF ഗവൺമെൻറ്റാണ്. 2013 നവംബർ 1. ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അന്ന് ശ്രേഷ്ഠ ഭാഷാ ദിനമായിരുന്നു. നിങ്ങളുടെ സർക്കാർ വഞ്ചിച്ച കഥയാണത്. സ്കൂള് അടച്ചുപൂട്ടുന്നതിനോട് ആർക്കും യോജിപ്പില്ല. ഒരു സർക്കാർ എങ്ങനെ ഇത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. ഇത് ചർച്ച ചെയ്യുമ്പോഴും സ്കൂൾ അടച്ചുപൂട്ടലിനെ ന്യായീകരിക്കുന്ന ആളല്ല ഞാൻ. സ്കൂളിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ്. ഇവിടെ നമുക്കറിയാം നിലനിൽക്കുന്ന ചില ചട്ടങ്ങളും ചില നിയമങ്ങളും. ഈ ചട്ടങ്ങളും നിയമങ്ങളും വെച്ചുകൊണ്ടാണ് ഇപ്പോഴും സുപ്രീം കോടതി വരെ ഈ കേസെല്ലാം എത്തി ഈ അടച്ചുപൂട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഗവൺമെൻറ് ഈ സമയത്ത്, കഴിഞ്ഞ ഗവൺമെൻറ് അവസാനം വരെയും ഈ വിഷയത്തിൽ, ഇത് മാത്രമല്ല മങ്ങാട്ടുമുറി സ്കൂളിൻ്റെ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എടുത്തൊരു നിലപാടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുപോലെ സുപ്രീം കോടതി ഇടപെടലുകളും ഇതെല്ലാം വന്നു. അതിന് ശേഷവും നിയമപരമായ ഒരുപാട് ഇടപെടൽ നടത്തിയപ്പോഴും ഒരു നിലക്കും ഇത് പിടിച്ചെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഈ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2015 തന്നെ ഇപ്രകാരം ഗവൺമെൻറ് ശക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുക. ശ്രീ സതീഷ്, ശ്രീ CP പറഞ്ഞല്ലോ, ശ്രീ CP നമ്മുടെ ചർച്ചയ്ക്ക് സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് വളരെ താല്പര്യവും വളരെ കൃത്യമായ സത്യസന്ധമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയവുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ ഗവൺമെൻറ്റിന് ഇത്തരം അടച്ചുപൂട്ടലുകളെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ലേ സതീഷ്? അതെ, വൈകിപ്പിക്കാനെങ്കിലും. ഈ മാനേജർ സ്കൂൾ പൂട്ടാൻ ആദ്യം തീരുമാനിക്കുന്നതും അപേക്ഷ കൊടുക്കുന്നതും 2010-ലാണ്. അന്ന് ഈ പറയുന്ന ചട്ടങ്ങൾ അന്നും നിലവിലുണ്ട്. KRLS 76 വകുപ്പ് അന്നും ഉണ്ട്. പക്ഷേ അന്നത്തെ ഗവൺമെൻറ് അത് തള്ളി. ആ 2010 തള്ളിയതിന് ശേഷം 2013 അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം വീണ്ടും അപേക്ഷ കൊടുക്കുകയാണ്. ഇവിടെ ഒരു നയത്തിൻ്റെ വിഷയമുണ്ട്. പൂട്ടുന്ന സർക്കാരും പൂട്ടാൻ അനുവദിക്കാത്ത സർക്കാരും ഇതൊരു വിഷയമാണ്. റിയൽ എസ്റ്റേറ്റ് താല്പര്യം മാനേജർമാർക്ക് സ്വാഭാവികമാണ്. അവർ വ്യക്തികളാണ്, അവർക്ക് സാമ്പത്തിക ലാഭേച്ഛ ഉണ്ടാവും. പക്ഷേ അത് അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു സർക്കാരാണ്. ഇവിടെ ഈ 4 സ്കൂളുകൾ ഈ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ എല്ലാ സ്കൂളുകളും സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമോ? അതല്ല ലക്ഷ്യം. ഇതൊരു മുന്നറിയിപ്പാണ്. ആയിരക്കണക്കിന് സ്കൂളുകൾ പൂട്ടാൻ മാനേജർമാർ ക്യൂ നിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണല്ലോ. അങ്ങനെ പൂട്ടാൻ കഴിയില്ല. ഈ കലക്ട്രേറ്റിലേക്ക് മലാപ്പറമ്പ് സ്കൂൾ പോകേണ്ട അവസ്ഥ വരുമായിരുന്നു. 1.5 വർഷത്തിനിടയിൽ ഈ അമെൻഡ്മെൻറ്റ് സാധ്യമായിരുന്നില്ലേ? 76 ഭേദഗതിയാണ് പ്രധാനപ്പെട്ട ഒരു ഭേദഗതി. അത് വരാൻ കഴിയുമായിരുന്നില്ലേ? CP, നമ്മൾ ഈ ചർച്ചയുടെ ആദ്യ ഭാഗം വളരെ എളുപ്പം അവസാനിപ്പിക്കാം. ഇത് ഗവൺമെൻറ്റിൻ്റെ തെറ്റാണെന്ന് അങ്ങ് ബോധ്യപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അതിന് ശക്തമായൊരു പിന്തുണ അങ്ങ് നൽകിയാൽ. അല്ല, ഈ കാര്യത്തിൽ തെറ്റുപറ്റിയ സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമൊന്നുമില്ല. കാരണം ഇതിൽ ഈ പറഞ്ഞതുപോലെ അമെൻമെൻറ്റിൻ്റെ ഈ ഒരു അമെൻമെൻ്റ് അല്ല, എല്ലാ അമെൻമെൻറ്റിൻ്റെ കാര്യം ഒരുപാട് ഭേദഗതികൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ, KR ചട്ട പരിഷ്കാരങ്ങൾ, അതിൽ ആ കൊടുക്കൽ വന്നിട്ടുണ്ടാവാം ഇതെല്ലാം. അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ സതീഷ് മാഷ് ഇവിടെ പറഞ്ഞ പോലെ 2010 അപേക്ഷ കൊടുത്ത് 2011 കൊടുത്തിരുന്നു, വീണ്ടും കൊടുത്തിരുന്നു. അതാണ് ഈ ചട്ടത്തിൻ്റെ പ്രശ്നം. 2013 നവംബറിൽ സുപ്രീം കോടതിയുടെ പോലും ജഡ്ജ്മെൻറ്റിന് പ്രസക്തമായ ഒരു കാര്യം, ഒരാളുടെയും അഭിപ്രായം തീരുമാനം വേണ്ടതില്ല, ഒരു വർഷത്തെ നോട്ടീസ് ഉണ്ടെങ്കിൽ എന്ന രൂപത്തിൽ വളരെ അഡമൻ്റായി പറഞ്ഞുള്ള കാര്യം കൂടി. 2012 കൊടുത്തു 13. ആയിക്കോട്ടെ. ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ ആവശ്യമായ മാനേജറുടെ കത്ത് കഴിഞ്ഞ മന്ത്രിസഭയിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിക്ക് മുന്നാകെ എത്തുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കാം അനുമതി കൊടുത്തത്? എന്തുകൊണ്ടാണ് MA ബേബി മന്ത്രിയായിരുന്ന സമയത്ത് അനുമതി കൊടുക്കാത്തത്? അവിടെയാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഹൈക്കോടതിയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കേസും ഉണ്ടായിരുന്നില്ല. 2013 നവംബർ 1-ാം തീയതി വിധി കൊടുക്കുന്ന സമയത്ത് ഒരു കേസും ഒരു കോടതി നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല സർ. പിന്നീടാണ് ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. കോടതിയിൽ മൂവ് ചെയ്തോ? ഇല്ല, 2013 മുമ്പ് മൂവ് ചെയ്തിട്ടില്ല. 2016 കോടതിയിൽ നിന്നുണ്ടാവുന്നത്. CCP ഇനിയെങ്കിലും ആ മന്ത്രിയോടോ അല്ലെങ്കിൽ ആ ഈ തീരുമാനമെടുത്തവരോടോ ചോദിക്കണം, അവർക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ താല്പര്യം ഉണ്ടായിരുന്നു. അല്ല, ഇത് സംബന്ധിച്ച് എൻ്റെതായ നിലപാടും യോജിപ്പുകളും നേരത്തെ തന്നെ ഞാൻ പ്രകടിപ്പിച്ച കാര്യമാണ്.
ദാറ്റ്സ് അപ്രീഷിയേറ്റ്. അതുകൊണ്ടാണ് CPI നമ്മൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് CPIയോട് നമ്മൾ പറയുന്നത്, ഈ ചർച്ചയ്ക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ CPIയോട് പറയുന്നത്, ഇതൊരു കൂട്ടുകച്ചവടമാണെങ്കിൽ അങ്ങ് അതിൻ്റെ രക്തത്തിൽ പങ്കാളിയാവണ്ട. അങ്ങ് ചോദിക്കണം, സംഘടനയിലാണെങ്കിലും അങ്ങയുടെ ഗവൺമെന്റിനോടാണെങ്കിലും എന്ത് മാനദണ്ഡമാണ്. അല്ല, ഇത് പറയും പോലെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൻ്റെ ഭാഗമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതെന്താവട്ടെ, ഇവിടെ നമുക്ക് എന്തായിരുന്നാലും ആ ഒരു നടപടി ഏതൊരു സർക്കാരായിരുന്നാലും ആ ഒരു നടപടി ശരിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. ദാറ്റ്സ് അപ്രീഷിയേറ്റഡ്. നമ്മളിനി ഇത് ഏത് സർക്കാരാണ്, ഏത് ഉത്തരവാദിയാണെന്നൊരു ചർച്ചയിലേക്ക് പോകുന്നില്ല. അത് തീരുമാനമായി. ഇത് UDF സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് UDF സർക്കാരിനെ സപ്പോർട്ട് ചെയ്തിരുന്ന സംഘടന വളരെ ആർജവത്തോടു കൂടി തന്നെ ഉത്തരവാദിത്തം സർക്കാരിൻ്റെ പേരിൽ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അവരല്ല ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതെങ്കിലും ആ സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഈ ചർച്ചയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ പോകുന്നത് ചർച്ചയുടെ കാതലായ ഭാഗത്തേക്കാണ്. മാനേജർമാരുടെ താല്പര്യം എന്താണ്? ഒരു മാനേജർ പൂർവ്വസൂരികളാൽ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? വിദ്യാഭ്യാസം ചെയ്യാൻ അനുഗ്രഹം വാങ്ങിയവർ. അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസിൻ്റെ വക്താക്കളായി തീരുന്നത് എങ്ങനെയാണ്? ഇടവേളയ്ക്ക് ശേഷം തുടരും. എന്തുകൊണ്ടാണ് എയ്ഡഡ് സ്കൂളുകളിൽ പലതും അനാദായകരമാകുന്നത്? ഗവൺമെൻറ് സ്കൂളുകൾ പലതും അനാദായകരമാകുന്നത്? അൺഎയ്ഡഡ് സ്കൂളുകൾ കൂണുപോലെ മുളച്ചു വരുന്നത്? എവിടെയാണ് പാളിപ്പോയത്? എവിടെയായിരിക്കും സർ പാളിപ്പോയത്? സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞത് തികച്ചും തെറ്റാണ്. കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ വ്യാപകമായി സ്കൂളുകൾ തൊട്ടടുത്ത് കൊടുക്കുന്നു. വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന നമ്മുടെ സിലബസിലുണ്ടാകുന്ന ഇപ്പോഴത്തെ നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ആളുകൾ എത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഒരുപാട് സ്കൂളുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ തൊട്ടടുത്ത് തന്നെ വ്യാപകമായി അൺഎയ്ഡഡ് സ്കൂളുകൾ. ഇപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിൽ സംശയം ഇതാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണെങ്കിൽ എന്തുകൊണ്ടാണ് രക്ഷകർത്താവ് അവിടെ നിന്നും വിദ്യാർത്ഥിയെ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് അയക്കേണ്ടി വരുന്നത്? അതായത് പറഞ്ഞത് തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാവുകയാണെങ്കിൽ. പൊതുസമൂഹത്തിലുള്ള ചർച്ച ഇതാണ്, എയ്ഡഡ് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരിൽ ഭൂരിപക്ഷം ആളുകളും കോഴ വാങ്ങി അവിടെ അധ്യയനത്തിനുള്ള അവസരം നേടുകയും അവരുടെ കഴിവ് സ്വാഭാവികമായും കോഴ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി ഉപയോഗിക്കാൻ പെടാതെ വരികയും സ്കൂളിൽ അവരുടെ കൃത്യമായ ഹാജർ നില പോലും ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ട്രാൻസിഷൻ ഉണ്ടായത്. ആ ഭയം ഇപ്പോഴും തലമുറയിൽ അത് തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ മാനേജ്മെന്റും അധ്യാപകരും PTA-യും കൂട്ടായ്മയോട് കൂടി വളരെ നല്ല രീതിയിൽ ഇടപെടുകയാണെങ്കിൽ, പോസിറ്റീവിൽ ഇടപെടാൻ ഒരു സ്കൂളിലും കുട്ടികൾ കുറയില്ല. ഞങ്ങളിപ്പോൾ അഡ്മിഷൻ നിർത്തിവെച്ചു. പക്ഷേ ഈ എയ്ഡഡ് സ്കൂളിന്റെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞു എന്നതിന്റെ ആശങ്ക കൊണ്ടാണ് ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് കൂടുതലായിട്ട് ആളുകളെ കൊണ്ടുപോകുന്നത്. ഇപ്പം ഈ മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുമ്പോൾ തൊട്ടപ്പുറത്തുള്ള അൺഎയ്ഡഡ് സ്കൂളുകളും മറ്റു സ്കൂളുകളും ലാഭകരമായി പ്രവർത്തിക്കുന്നു. സ്കൂളുകൾ നന്നായാൽ കുട്ടികൾ ഉണ്ടാകും. സ്കൂൾ മോശം. രാധാകൃഷ്ണൻ മാഷേ, മലാപ്പറമ്പ് സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 60-ൽ താഴെയാവാൻ കാരണം എന്താണ്? മലാപ്പറമ്പ് സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 60-ൽ താഴെ ആയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പറയുന്നത് അവിടെയുള്ള സ്ഥാപിത താല്പര്യക്കാർ വിദ്യാർത്ഥികളെ ഇപ്പോൾ കൊണ്ടുചേർത്തു അല്ല, ശരിയല്ല. അദ്ദേഹം ശുദ്ധ അസംബന്ധവും കളവും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. മാധ്യമങ്ങളിൽ കയറിയിട്ടും പത്രസ്ഥാപനങ്ങൾ കയറിയിട്ടും നിരന്തരം കളവാണ് പറയുന്നത്. കാരണം സാറ് നേരത്തെ ചോദിച്ച ചോദ്യം, സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ തൊട്ടടുത്ത് എങ്ങനെയാണ് ലാഭകരമായിട്ട് അൺഎയ്ഡഡ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്നാണ്. മലാപ്പുറം സ്കൂളിൻ്റെ തൊട്ടടുത്ത് 3 വലിയ അൺഎയ്ഡഡ് സ്കൂളുണ്ട്. അവിടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചമാണ്. മലാപ്പുറം സ്കൂളിൽ കഴിഞ്ഞ പത്മരാജൻ ഏറ്റെടുത്ത ആ കാലഘട്ടം മുതൽ യാതൊരു സൗകര്യവും ചെയ്തതിന് മഴ ഓർന്നൊലിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും അതൊക്കെ ഞങ്ങൾ PTA-യും അധ്യാപകരും നാട്ടുകാരും സംയുക്തമായിട്ടാണ് മെച്ചപ്പെടുത്തി വന്നുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് അദ്ദേഹം കെട്ടിടം തകർത്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വാദഗതി, സർക്കാരിന് ലാഭമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ പഠിപ്പിച്ച് 30,000 ശമ്പളം വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയം ഓപ്പറേഷൻ ചെയ്തതിന് റീഇംബേഴ്സ്മെൻ്റായിട്ട് 1.5 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഈ സർക്കാരിൽ നിന്ന് കിട്ടി. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഭാര്യയെ രാജിവെപ്പിക്കുകയായിരുന്നു വേണ്ടത്. ഭൗതിക സാഹചര്യങ്ങളുടെ കുറവാണ് ഈ എയ്ഡഡ് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുന്നതാണ് അധ്യാപകർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ 2014 അത് പൊളിക്കപ്പെട്ടപ്പോൾ 40 ദിവസം കൊണ്ടാണ് പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി ഒരു MLA മുൻകൈയെടുത്ത് സ്കൂൾ നല്ല സാഹചര്യം ഉണ്ടായപ്പോൾ കുട്ടികൾ കൂടി, അങ്ങനെ പറഞ്ഞു കുട്ടികൾ കൂടി. നേരത്തെ അവിടെ ഓട് മാറ്റിയത്, പട്ടിക മാറ്റിയത് അധ്യാപകർ തന്നെയാണ്. ഈ മാനേജർ കോഴ വാങ്ങുക അല്ലാതെ ഒരു പൈസയും ആ സ്കൂളിന് വേണ്ടി മുടക്കിയില്ല. അല്ല സാർ, എൻ്റെ സംശയം അതല്ല. കോഴ വാങ്ങുക എന്നുള്ളത് തത്വത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ മാനേജർ എങ്ങനെയാണ് അത് പണിയേണ്ടത്? ഗ്രാൻഡ് കൊണ്ട് എത്ര ഗ്രാൻഡ് കിട്ടും? ഗ്രാൻഡ് വർദ്ധിപ്പിക്കണം. 100 വിദ്യാർത്ഥികൾക്ക് 100 രൂപ വീതം കൊടുത്താൽ എത്ര രൂപ കൊണ്ട് ഓട് മാറ്റിയിടും?
ഇപ്പോൾ മാറ്റിയിടും. പക്ഷെ മറ്റ് മാനേജ്മെന്റുകളൊക്കെ അദ്ദേഹം ചെയ്യുന്നത് വാടക എങ്ങനെയാ? വാങ്ങിയാണ് സാർ. അദ്ദേഹം അല്ല, കേരളത്തിൽ മറ്റ് മാനേജ്മെന്റുകളില്ലേ? അല്ല, സാറേ, നോക്കൂ, അദ്ദേഹം- നോക്കൂ. അത് മാനേജ്മെന്റ് പ്രതിനിധിക്ക് കൃത്യമായി പറയാൻ സാധിക്കും. എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾ വാടക വിട്ടുപോകുന്നത് വാങ്ങിയിരുന്നു. ഓരോ ഭൗതിക പ്രോഗ്രാം- സാഹചര്യത്തിന് അഭാവം കൊണ്ടാണെങ്കിൽ ആ ഭൗതിക സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ആ മെച്ചപ്പെടുത്തുന്നതിന് ഭൗതിക സാഹചര്യത്തിന്റെ കുഴപ്പം തന്നെയാണ്. 100 വിദ്യാർത്ഥികൾ മാത്രമുള്ള ഒരു സ്കൂളിൽ എങ്ങനെയാണ് ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നത് നിങ്ങൾ? കുട്ടികൾ പഠിക്കുന്നത് മുഴുവൻ ഈ മാനേജർക്ക് മാത്രം ഉത്തരവാദിയും. അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകൾ, ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അയാൾ എടരിക്കോട്, പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ MLAക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബസ് തട്ടി ആക്സിഡന്റ് ആയതിന് ശേഷമാണ് അതിന് ട്രീറ്റ് ചെയ്യാൻ എല്ലാം കൂടെ പോലും. അത് സ്ഥാനത്ത് എങ്ങനെ ആക്സിഡന്റ് വരാതിരിക്കാൻ പറ്റുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് പറഞ്ഞു. ഞാൻ എടരിക്കോട് പഞ്ചായത്ത് എനിക്കറിയാം, ചെറുശ്വാല LP സ്കൂൾ, അദ്ദേഹം മാനേജർ പുല്ലരിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ വസ്തുതയാണ്. അവിടെ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചെലാൻ അടക്കാൻ ഗവൺമെൻറ് 150 രൂപയാക്കി. 100 കുട്ടികൾ പഠിച്ചാൽ 3 രൂപ 25 ദിവസം ഇപ്പോൾ കൂട്ടിയിട്ട് വർദ്ധിപ്പിച്ച ഗ്രാൻഡ് 2 വർഷമായിട്ട് നൽകിയിട്ടില്ല. ഒരു കൊല്ലത്ത് കൊടുത്തു. അത് ചില ഒറ്റപ്പെട്ട സ്കൂളുകൾക്ക് മാത്രം കിട്ടി. ഗ്രാൻഡ് കൊണ്ടൊന്നും മാത്രം സ്കൂൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിർദ്ദേശം വെച്ചത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് ചർച്ചയിലൊക്കെ വന്ന് PWD നിരക്കിൽ വാടക നൽകുകയാണെങ്കിൽ ടൈൽസ് പതിച്ച ഫാനുള്ള ലൈറ്റുള്ള സൗകര്യമുള്ള സ്കൂളിന് ആ വാടക, മണ്ണിൻ്റെ സ്കൂളാണെങ്കിൽ അതിന് വാടക കൊടുക്കരുത്. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സർക്കാരിന് ഇപ്പോൾ ഏതൊക്കെ ഫണ്ട് സർക്കാരിന് ഭാരിച്ച ഫണ്ട് വരുന്നതാണ്, അതിന് ഞങ്ങൾ സോഴ്സ് പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് അതാത് സംസ്ഥാനങ്ങൾക്ക് എല്ലാ മേഖലക്കും പ്ലാൻ ഫണ്ട് കൊടുക്കുന്ന സമയത്ത് മാർച്ച് 31 ആയിട്ട് തിരിച്ചു വലിക്കുന്ന ഇത് വെച്ച് വലിക്കരുത് സമ്പ്രദായം ഇപ്പം നിലവിലുണ്ട്. അത് ഒഴിവാക്കാൻ ഗ്രാമപഞ്ചായത്തിൻ്റെയോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ലക്ഷക്കണക്കിന് രൂപ തിരിച്ചു പോകുന്നതിന് പകരം ചിലവാകുന്നില്ലെങ്കിൽ മാത്രം ഗ്രാൻഡ് കൊടുത്തുകൂടെ, വാടക കൊടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. വളരെ പെട്ടെന്ന് ടീച്ചറെ, ഈ അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണോ വിദ്യാർത്ഥികൾ ഈ എയ്ഡഡ് സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്നത്? അത് വളരെ ശരിയാണ്. അതോ അധ്യാപകരുടെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗും അധ്യാപനവും ഇല്ലാത്തത് കൊണ്ട്? അല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. എനിക്കറിയാം, ഞാനൊരു കുട്ടീനെ മലപ്പുറം സ്കൂളിൽ കൊണ്ടുവച്ചപ്പോൾ ആ മോൻ ചോദിച്ചത് എന്താ പറയുക, ഇതെന്താ നമ്മളെ വീട്ടിൽ ആലയാണോ എന്ന് ആ കുട്ടി ചോദിച്ചതാ. അത് ഞാൻ ഈ സ്കൂളിൽ ഇരിക്കില്ല എന്ന് തന്നെ ആ കുട്ടി തീർത്ത് പറഞ്ഞ്. പിന്നെ അവർ ആ സ്കൂൾ അന്ന് അങ്ങനെയായിരുന്നു. എനിക്ക് തന്നെ വിഷമം തോന്നി ആ കുട്ടി പറഞ്ഞപ്പോൾ. പിന്നെ അവർ ടൗണിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫീസ് കൊടുത്തു പറഞ്ഞയച്ചു. അതേമാതിരി ഫീസ് കൊടുക്കാൻ പറ്റാത്ത കുട്ടികളാണ് നമ്മളെ ആ ഭാഗത്തില്. ടീച്ചറെ, ഈ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചർമാരുടെ മക്കളെ അവിടെ ചേർത്തൂടെ? അതെ, ആ സമയത്ത് എന്റെ സംശയമല്ല, അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ മലപ്പുറം സ്കൂളിലെ അധ്യാപകര് മലപ്പുറം സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അല്ല, അപ്പൊ സ്വാഭാവികമായി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർ ഏറ്റെടുത്തുള്ളൂ. ദൂരെന്ന് വരുന്ന ടീച്ചർമാരൊക്കെ ഉണ്ട്. അവരെ അടുത്തുള്ള സ്കൂളിലാണ് അവർ കുട്ടികളെ ചേർത്തത്. നമ്മളെ പാലക്കാട് സ്കൂൾ സംബന്ധിച്ചിടത്തോളം ആ മാനേജർ എടുത്ത് അന്നു മുതൽ ഇന്ന് വരെ കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങളോ അദ്ദേഹം പറഞ്ഞു എന്താ വെച്ചാൽ മാനേജ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നത്. ഈ സ്കൂളിൽ ഇദ്ദേഹം എടുത്ത് 3-ാമത്തെ മാസം തന്നെ ഇത് സ്കൂളില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ കുട്ടികൾ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് മാനേജർ സ്വന്തം ചെലവിൽ കേസിൽ പൂട്ടാൻ ഓർഡർ വന്ന സ്കൂളാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. മാനേജർ സ്വന്തം ചെലവിൽ കുട്ടികൾക്ക് ടോയ്ലറ്റ് പണിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്ര മാനേജേഴ്സിന് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്? പുല്ലെറിഞ്ഞ് ചോദിക്കട്ടെ സാർ, ഈ സർക്കാരിന് എന്തിനാണ് ഇത്ര ഇദ്ദേഹം സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് അവകാശം കൊടുക്കുന്നത്? അത് രേഖകൾ ഞങ്ങളെ കൈമിലുണ്ട്. ഞാൻ സ്കൂൾ സാമ്പത്തിക സമ്പന്നരാണ്. ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. മാനേജ്മെന്റ് ടോയ്ലറ്റ് ഈ പത്മരാജൻ മലപ്പുറം സ്കൂളിന് ടോയ്ലറ്റ് ഉണ്ടാക്കേണ്ട ഒരു വസ്തു ഉണ്ടാക്കേണ്ട. അവിടെ ആർജവുള്ള PTA സമരസമിതി അവരൊക്കെ ഉണ്ട്, അവർ ചെയ്തോളും. ഇയാൾ സ്കൂൾ അടച്ചു പൂട്ടുന്നു, രക്ഷിതാക്കന്മാരെ മുഴുവൻ വീടുകളിൽ കയറി പ്രചരണം നടത്തുക, പ്രലോഭിപ്പിക്കുക, ഓരോ വീടുകളിൽ കയറി പ്രചരണം അവസാനിപ്പിച്ചാൽ മാത്രം മതി. നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞ് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ വഴി തടസ്സം കരിങ്കലിട്ടുകൊണ്ട് വഴി തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഈ മാനേജർ ഫസ്റ്റ് അതിനെ പ്രകോപിപ്പിച്ചു. അതിനെ ജനങ്ങൾ എതിർത്തപ്പോൾ ഇദ്ദേഹം സ്കൂളിൽ കറണ്ട് കിട്ടുന്നതുമായി തടസ്സം നിന്നുകൊണ്ട് അദ്ദേഹം ഇല്ലായ്മ ചെയ്തു. പക്ഷേ വർഷാവർഷം വരുന്ന ഈ റിപ്പയറിങ്ങിന് വേണ്ടി സ്കൂൾ റിപ്പയറിങ്ങിന് വരുന്ന 10 പൈസ ചെലവ് പോലും മാനേജ്മെന്റിൽ നിന്ന് വാങ്ങാതെ അധ്യാപകരും അവിടുത്തെ നാട്ടുകാരും ചെലവഴിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രക്ഷിതാക്കളെ വീട്ടിൽ പോയിട്ട് കുട്ടികളെ പറഞ്ഞയച്ചാൽ പത്മരാജന്റെയോ പാലാട്ട് നഗറിലെയോ കഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. കാര്യം അത് തികച്ചും വ്യക്തിപരമായ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ പറഞ്ഞോട്ടെ, ഇവിടെയുള്ള പ്രശ്നം കേരളത്തിൽ നമുക്കറിയാലോ, ഏതാണ്ട് 63% എയ്ഡഡ് മേഖലയിലാണ്, സ്വകാര്യ മേഖലയിലാണ് വിദ്യാലയങ്ങൾ ഉള്ളത്. ഈ സ്വകാര്യ മേഖലയിലുള്ള വിദ്യാലയങ്ങളിൽ വ്യക്തിഗത വിദ്യാലയങ്ങൾ ഒരുപാടുണ്ട്, കമ്മിറ്റിയുണ്ട്. ചില കോർപ്പറേറ്റുകളും മാനേജ്മെൻറ്റും കമ്മിറ്റിയുടെ ആകുമ്പോൾ അവർ സൗകര്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻഡിവിജ്വൽ വ്യക്തിഗത മാനേജ്മെൻറ്റ് ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരു വരുമാനവും അതിലില്ല.
പലയിടത്തും അങ്ങനെയാണ്. അല്ല എന്റെ കൂട്ടുകെട്ടിന് അപ്പോഴും സി പി അല്ല, വരുമാനം അല്ല ഞാൻ വരുന്നത് സാർ, ഞാൻ വരുന്നത്, ഞാൻ വരുന്നത്. അല്ലല്ല, ഞാൻ സ്കൂൾ എന്ന് പറഞ്ഞ ഞാൻ- ബിസിനസ് സ്ഥാപനമല്ല. അല്ല, സാർ, ഇതൊക്കെ താങ്കൾക്ക് ഞാൻ പറയട്ടെ, ഗാലറിയിൽ ഞാൻ ഇരുന്ന് പറയട്ടെ. പറയാം. താങ്കൾ ഒരു നമ്മൾ- സ്കൂളിൽ ഞാൻ ഇരുന്ന് പറയട്ടെ, പറയാൻ ഈ ബുദ്ധിമുട്ടുണ്ട്. ചർച്ച അവിടെ നിൽക്കട്ടെ. ഈ എന്റെ ചർച്ച സാർ, കൂടെ- CP നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ ഈ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൊഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവാണെങ്കിൽ അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പൊളിറ്റിക്കലായ ഒരു കാരണമുണ്ട്. ആ കാരണം ഗ്രാൻസിന് എയ്ഡ് കൊടുത്തിരുന്ന സ്ഥാനത്ത് ശമ്പളം കൊടുത്ത് അധ്യാപകരെ നിയമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ അപ്പോഴും സർക്കാരിന് ഭാരിച്ച ചെലവുകൾ ഏറ്റെടുക്കാൻ പറ്റുമായിരുന്നില്ല. മാനേജർമാരുടെ സാമ്പത്തിക ശേഷി കുറഞ്ഞു. അത് സ്കൂളുകൾ മെച്ചപ്പെടുത്താനുള്ള അവരുടെ ശേഷി കുറഞ്ഞതല്ലേ പ്രധാനപ്പെട്ട കാരണം. ആ ശേഷി കുറവ് ഒരു പരിധിവരെ ഗവൺമെൻറ്റുകൾ കാണാതെ പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത്തരം മാനേജ്മെൻറ്റുകളെ വ്യക്തിഗതം ഈ പറഞ്ഞതുപോലെ പുതിയ തസ്തിക വരുന്നില്ല, 10 വർഷം 15 വർഷമായി ആർക്ക് വേണ്ടി സാമൂഹിക സേവനം പോലും ഇന്ന് ലാഭനഷ്ടം നോക്കി നടക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഗവൺമെൻറ് എയ്ഡുകൾ ഇവർക്ക് വരുന്നില്ല. അതുപോലെ SSA മറ്റ് പദ്ധതികളൊന്നും എയ്ഡഡ് സ്കൂൾ ആയതിൻ്റെ പേരിൽ മാത്രം കൊടുക്കില്ല. സർക്കാർ സ്കൂൾ മാത്രമേ ഉള്ളൂ. സർക്കാർ സ്കൂൾ അത് രക്ഷപ്പെടുകയും വളരെ നല്ല കാര്യം മെച്ചപ്പെട്ടു പോവുകയും ചെയ്യും. ഇത്തരം മാനേജ്മെൻറ്റുകളെ അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇതാണ് സ്വാഭാവികമായ ഒരു പ്രശ്നം. ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ സതീഷ് നമ്മൾ സർക്കാരിന് കഴിയുന്നില്ല. ഒരു സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ല. എയ്ഡഡ് സ്കൂളുകളുടെ സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ എത്ര ഫണ്ടുകൾ ചിലവാക്കിയിട്ടുണ്ട് സർക്കാർ? നന്നായി നടത്തുന്ന മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം നന്നായി നടത്തുക എന്ന് പറഞ്ഞ സാർ ഒരു പ്രശ്നം പറയാം. ഇവരെങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്? ആ വരുമാനത്തെ സംബന്ധിച്ച് നല്ലൊരു ചർച്ച ഈ സമൂഹം നടത്തണം. റിയൽ എസ്റ്റേറ്റ് താല്പര്യമുള്ള മാനേജ്മെന്റുമാരെ വെച്ചുകൊണ്ട് ഈ ചർച്ച മാറ്റുക. അതിൽ വെച്ച് ഇത് ചെയ്യാൻ കഴിയില്ല. ഈ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട കുട്ടികളാണ് ഈ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നത്. സമൂഹത്തിലെ ഈ ഓരോ കുട്ടിക്കും കിട്ടേണ്ട അവകാശം, ഈ കുട്ടിക്ക് കിട്ടേണ്ട ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ്, ഇങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കാത്ത മാനേജ്മെന്റ് അവർ പറയുന്ന കാര്യം ഇതാണ്, ഇത് ഞങ്ങളുടെ പെരടിയിൽ കുടിയൊക്കെയാണ്. അവർ ഇത് ഏതോ ഒരു പത്മനാഭനെ പോലെ വിൽക്കാനോ അല്ലെങ്കിൽ ഇത് കൈവയ്യാനോ തയ്യാറല്ല. അവർ മാനേജറായി നിൽക്കുന്നു, അവർ സൗകര്യം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വാങ്ങൽ വിൽക്കലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ പോലും ഒരു മാനേജർ എന്നോട്, എൻ്റെ സ്കൂളിലെ മാനേജർ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ പാർക്കുന്ന വീടിൻ്റെ തറവാട് മുറ്റം ഒരു സർക്കാർ സ്കൂളിന് വേണ്ടി വിട്ടുകൊടുത്തു, സർക്കാർ സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ വന്ന കേരളത്തിലെ 12,000-ഓളം വരുന്ന സ്കൂളുകളിൽ നല്ല ശതമാനം മാനേജ്മെൻറ്റും മാനേജർമാരും ഇതൊരു സാമൂഹ്യ ദൗത്യമായി ഏറ്റെടുത്തവരാണ്. പക്ഷേ ഒറ്റപ്പെട്ട കള്ളനാണയങ്ങളെ നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നില്ല. അത് ഒറ്റപ്പെടുത്തുകയും വേണം. പകരമായി ഈ 65% വരുന്ന കേരളത്തിലെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന മക്കൾ, മറ്റുള്ളവരൊക്കെ മറ്റു ഇതിലേക്ക് പോയി, ഈ മക്കളെ രക്ഷപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ സർക്കാരിന് മുമ്പിൽ നമുക്ക് ഈ ഒരു ചർച്ചയെ കൊണ്ടുപോകേണ്ടത് അവിടെ ഇടപെട്ടുകൊണ്ട് ഏത് MP ഫണ്ട് ആവട്ടെ, MLA ഫണ്ട് ആവട്ടെ, പഞ്ചായത്ത് ഫണ്ട് ആവട്ടെ, SSA ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ ഒരു തീരുമാനം എടുത്തുകൊണ്ട്, പക്ഷേ അത് മാനേജറാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ മാനേജർ നോക്കാതിരിക്കുന്നു. ഇതാ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിദ്യാഭ്യാസമാണോ അതോ ലാഭമാണോ? ഇതൊരു മൗലികമായ ഒരു പ്രശ്നമാണ്. ഒരു മാനേജർ ലാഭം ഇച്ഛിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊതുസമൂഹം അദ്ദേഹത്തോട് യോജിക്കില്ല. അതേ അവസരത്തിൽ എൻ്റെ ഒരു സാമ്പത്തിക ശേഷി കുറവാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നു, രക്ഷിതാക്കൾക്ക് മനസ്സിലാവുന്നു, എന്നാൽ കഴിയുന്നത് ഇന്നതൊക്കെയുള്ളൂ, അത് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന സ്ഥലത്ത് PTA-കൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, ഉദാരമതികളായ ആളുകൾ ഒക്കെ പലതരത്തിൽ മാനേജ്മെന്റിനെ സഹായിക്കുന്ന നിരവധി അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ മാസ്റ്റർ അപ്പോഴും പലതവണ മാനേജ്മെന്റ് പ്രതിനിധികൾ, ശ്രീ നാസർ വ്യക്തമായി പറയാൻ സാധിക്കും, മാനേജേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളും ഒക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഈ പറയുന്ന തുച്ഛമായ വിഹിതങ്ങളല്ലാതെ തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് സർക്കാരിന്റെ ഫണ്ടുകൾ പോലും കൊടുത്തിട്ടില്ല. കാലത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുത്തുകയും അത് ഉദാരമാക്കുകയും വേണം. അല്ല, യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു പോയ ചർച്ച അങ്ങടക്കമുള്ളവർ ഈ ചർച്ചയിൽ തുറന്നു പറയാൻ തയ്യാറാകുമെങ്കിൽ നല്ലത്. യഥാർത്ഥത്തിൽ നമ്മൾ ടേക്കൺ ഗ്രാൻഡഡ് ആയിരുന്നു. അതായത് എയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കേണ്ടി വരുന്നത് മാനേജ്മെന്റ് പ്രതിനിധികൾ അല്ലെങ്കിൽ മാനേജേഴ്സ് അവിടെ നിയമനം നേടുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന് വാങ്ങുന്ന കോഴപ്പണം കൊണ്ട് ആ സ്കൂൾ വൃത്തിയാക്കണം എന്ന ഒരു പൊതുസമ്മതിയുടെ അടിസ്ഥാനത്തിലല്ലേ യഥാർത്ഥത്തിൽ എയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആ തരത്തിൽ ഒരു സ്വാധീനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവൻ ഗവൺമെന്റ് നിയമത്തിലെ രണ്ട് കാര്യം ഉണ്ടായിരുന്നേ. ഈ ഗ്രാന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കോഴ വാങ്ങി നിയമനം നടത്താവുന്ന ഒരവസ്ഥയായിരുന്നില്ല ആ നിയമം വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാറിയതാണ്. ശമ്പളം നേരിട്ട് കൊടുക്കുന്ന നിയമം നിലനിർത്തുകയും നിയമനത്തിന് ചില മാനദണ്ഡങ്ങൾ വെച്ചത് എടുത്തുകളയും ചെയ്തതുകൊണ്ടാണ് ഈ വിഷയം വന്നത്. മാനേജർക്ക് ഇഷ്ടം പോലെ കോഴ വാങ്ങി നിയമിക്കാം എന്നുള്ള നിയമം അധികാരം ഒരു ഭാഗത്ത് നിൽക്കുകയും
ഈ പറയുന്ന ഗ്രാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങൾ വരും. ഇതാണ് സാർ പ്രശ്നം. എത്ര മാനേജ്മെന്റുകളും മാനേജേഴ്സും PSCക്ക് നിയമനങ്ങൾ വിടാൻ തയ്യാറാണ്? നിങ്ങളുടെ അസോസിയേഷൻ അതിന് തയ്യാറാണ് എന്നതിന് മാനേജർമാർ ഭയപ്പെടുന്നൊന്നുമില്ല. തയ്യാറാണ്. സർക്കാർ മാനേജേഴ്സ് അസോസിയേഷന്റെ 100% പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വീണ്ടും അരാജകത്വത്തിലേക്ക് പോകുന്നത് മാത്രമല്ല. ഇപ്പൊ പറഞ്ഞല്ലോ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ. വിയോജിക്കാൻ പോകുന്നത് അല്ല, രവീന്ദ്രനാഥ് അടക്കമുള്ളവർക്ക് ഈ ചർച്ച കൊണ്ട് ഉപകാരപ്രദമാകണമെങ്കിൽ മാനേജ്മെന്റുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും നിലവാരത്തിലുള്ള കുറവ് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. സർക്കാർ എയ്ഡ് കൊടുക്കും, ഗ്രാന്റ് കൊടുക്കും, ശമ്പളവും കൊടുക്കും. അതിന് നിയമനാധികാരം സർക്കാരിന് PSCക്ക് വിട്ടുകൊടുക്കണം. നിങ്ങളുടെ അവസാന വാക്ക് എന്താണ് ഈ കാര്യത്തിൽ? മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എയ്ഡഡ് സ്കൂളിലെ നിയമനം കൂടി അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാനേജർക്ക് അവിടെ സെക്യൂരിറ്റിയുടെ ഒരു പണി മാത്രമേ ഉള്ളൂ. അവിടെ ഗവൺമെന്റ് സ്കൂളാണ് രാജ്യത്തിന് ആവശ്യം. ഇത് മനസ്സിലാക്കണം. എഡ്യൂക്കേഷൻ ഇവിടെ കോടതി, ബഹുമാനപ്പെട്ട കോടതി, ഇവിടെ ഒരു നിയമവും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ആ നിയമവും വ്യവസ്ഥകളും മാറ്റം വരുത്താതെ ഒരു സുപ്രഭാതത്തിൽ എയ്ഡഡ് സ്കൂളിൽ നിയമനം വിടാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് വന്നാണല്ലോ, ഡിവിഷൻ ബെഞ്ചിൽ തള്ളിയതാണല്ലോ, ഗവൺമെന്റ് പോയിട്ടില്ലല്ലോ, മാറി മാറി വരുന്ന സർക്കാരിന് മുന്നിൽ എത്രയോ വെച്ചതാണല്ലോ. പക്ഷേ ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും നിലവിലുള്ള ആക്റ്റും ചട്ടങ്ങളും, ഈ ആക്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം. അല്ല സാർ, ഒരു മിനിറ്റ് സമയം തരണം. കാരണം എന്താ വെച്ചാൽ മാനേജ്മെന്റിന് എല്ലാവരും മാനേജ്മെന്റിന് വേണ്ടി പറയുന്ന ന്യൂനപക്ഷത്തിന്റെ മൈനോറിറ്റി ആർട്ടിക്കിൾ 31 അതല്ല. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്ന എഡ്യൂക്കേഷൻ ഏജൻസിയാണ്. ടീച്ചിങ് ഗ്രാന്റിന് 7 നൽകുന്ന മാത്രം സ്ഥാപനമായിട്ടാണ് എയ്ഡഡ് സ്കൂൾ നടക്കുന്നത്. അപ്പൊ ഈ സമയത്ത് അതാണെങ്കിൽ ഗുണനിലവാരം സർക്കാർ സ്കൂളുകൾ കാണണ്ടേ? PSC മുഖാന്തരം നിയമനം നടത്തിയാണെങ്കിൽ സർക്കാർ സ്കൂളുടെ റിസൾട്ട് ഇവിടെ സ്കൂളുകളിൽ ഗുണനിലവാരത്തിന് ഒരു കുറവില്ലേ? വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്താ സംശയം? എന്തായിരിക്കും മാനേജേഴ്സിന്റെ പ്രധാനപ്പെട്ട ഉള്ളിലിരിപ്പ്? എന്തുകൊണ്ടായിരിക്കും അവർക്ക് PSCക്ക് വിടുന്നതിനെ എതിർക്കുന്നത്? തുറന്നു പറഞ്ഞു. എതിർക്കുന്നവർക്ക് നിയമിക്കാനുള്ള അവകാശം, ഈ നിയമിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് സ്വാഭാവികമായും കുട്ടികളെ മേൽനോട്ടം വഹിക്കാനുള്ള അവകാശമുള്ള അവകാശമല്ലല്ലോ. ആ അവകാശം കൊണ്ട് അവർക്ക് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക താല്പര്യമല്ലേ പ്രധാനമായിട്ടുള്ളത്? സാമ്പത്തിക താല്പര്യം മാത്രമല്ലേ പ്രധാനമായിട്ടുള്ളത്? ആ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ പറഞ്ഞില്ലേ, രാധാകൃഷ്ണൻ മാഷ് പറഞ്ഞില്ലേ, 25 ലക്ഷം രൂപ കോഴയായിട്ട് വാങ്ങിച്ചെന്ന്. ഇവരതിന് തയ്യാറാകാനായിട്ട് ഇവർ ഒരിക്കലും ഇവരെ കൊണ്ടാവില്ല. അതിന് വീണ്ടും നമ്മുടെ സംശയം ഇതാണ്, ഈ നിയമനത്തിനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം. ഈ അവകാശം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം എന്താണ്? അവകാശം കൊണ്ടല്ല. എയ്ഡഡ് സ്കൂളിലെ ഒരു സ്വകാര്യ, നിങ്ങളുടെ വീട്ടിൽ അവിടെ നിങ്ങൾ വീട്ടിൽ ആര് നിൽക്കണം പോകണം എന്ന് പറയാനുള്ള അധികാരം കൂടി നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വസ്തു എന്ന് പറയുന്നതിൽ എന്താ താല്പര്യം? ഒരു മിനിറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മളിങ്ങനെ ശബ്ദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം നിയമനം വഴി കോഴ കിട്ടുന്നു. ആ കോഴ കിട്ടുന്ന അവകാശം നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഇപ്പം വേവലാതികൾ ഉണ്ടാവുന്നത്. മുഴുവൻ മാനേജ്മെന്റിനെയും കോഴ വാങ്ങുന്ന കേന്ദ്രമാണെന്ന് പറഞ്ഞത് തികച്ചും പിന്നെ ശരിയല്ല. ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ഇന്ന് കേരള സമൂഹത്തിൽ ഈ പറയുന്ന ഞങ്ങളുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളുകൾ എല്ലാ മേഖലകളിലും പൊതുസമൂഹത്തിലുള്ള തിന്മകൾ എയ്ഡഡ് സ്കൂളുകളെ ബാധിച്ചിട്ടുണ്ട്. ഇല്ലാന്നൊന്നും പറയില്ല. കേരളത്തിലെ മുഴുവൻ മേഖലകളെയും ബാധിച്ചിട്ടുള്ള തിന്മകൾ എയ്ഡഡ് സ്കൂളിനെ ബാധിച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞുകൊണ്ട് എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെന്റിന്റെ അധികാരങ്ങൾ 100% എടുത്തു കളയുന്ന ഗവൺമെന്റ് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും പോസിറ്റീവ് അപ്രോച്ച്. എനിക്കറിയാം KSയുടെ ആളുകളും മറ്റൊക്കെ ബന്ധപ്പെട്ട അധ്യാപക സംഘടന സുഹൃത്തുക്കളൊക്കെ അറിയാം. ഞങ്ങളൊക്കെ പോസിറ്റീവിൽ ഇടപെട്ടുകൊണ്ട് തന്നെ വളരെ ഉന്നത നിലയിൽ നടത്തിയ സ്ഥാപനങ്ങളെ ചർച്ചയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും സതീഷ്, ഈ പോസിറ്റീവ് ചർച്ച എന്നൊക്കെ പറയുന്ന ഉടായ്പാണ്. നിലവിലുള്ള സിലബസിൽ പരിഷ്കരണം വരുന്നു. ലോക നിലവാരത്തിലുള്ള അധ്യയന രീതികൾ നമ്മൾ ആർജിച്ചെടുക്കുന്നു. പക്ഷേ അധ്യാപകരുടെ നിയമനം അപ്പോഴും ഒരു വലിയ കറപ്റ്റ് പ്രാക്ടീസസ് ആയി തുടരുന്നു. ഈ സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയുടെ അടിസ്ഥാന പ്രക്രിയ കോഴ കൊടുക്കുന്ന പ്രക്രിയ. അധ്യാപക നിയമനം PSCക്ക് വിടണം. നമുക്കറിയാമല്ലോ, 1958-59 ഗവൺമെന്റ് തന്നെ നിലംപതിക്കാനിടയായ അല്ലെങ്കിൽ പിരിച്ചുവിടാനിടയായതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് PSC നൽകുന്ന ലിസ്റ്റിൽ നിന്ന് അധ്യാപകരെ നിയമിക്കണം എന്നുള്ളതാണ്. ആ ദുർഭൂതങ്ങൾ ഇപ്പോഴും ഒളിഞ്ഞു കിടപ്പുണ്ട് കേരളത്തിൽ. പക്ഷേ അത് ഈ അടുത്ത കാലത്തായിട്ട് ഈ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും വെളിവാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സമവായം ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകൾ വളർന്നു വരുന്നു എന്നാണ് ഞങ്ങളൊക്കെ കണക്കാക്കുന്നത്. അന്വേഷിക്കുകയാണ് കേരള സമിറ്റ്. മലപ്പറമ്പ് സ്കൂളിന് പിന്നാകെ പൂട്ടാൻ അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്ന മാനേജർമാരുടെ താല്പര്യം എന്താണ്? ശ്രീ നാസർ, എന്താണ് താല്പര്യം? മലപ്പറമ്പ് സ്കൂളിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഈ ചർച്ചയിൽ ഈ ഭാഗത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ചർച്ച മുന്നോട്ട് പോകാം, നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ. എന്താണ് യഥാർത്ഥത്തിൽ പത്മരാജൻ എന്ന ഈ മാനേജറുടെ മനസ്സിലുണ്ടായിരുന്നത്?
മാനേജർമാരുടെ എല്ലാം മനസ്സിലുള്ളത്? ഞങ്ങൾ മനസ്സിലാക്കുന്ന മാനേജ്മെൻറ്റ് അസോസിയേഷൻ 100% സ്കൂളുകൾ പൂട്ടുന്നതിനോട് എതിരാണ്. 100%. ഒറ്റപ്പെട്ട കേസുകൾ എടുത്ത് പഠിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായത്, പുതിയ ആളുകൾ സ്കൂൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത സാഹചര്യം ചില കുടുംബങ്ങൾ തലമുറകളായി കൈമാറിയ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ പലവരും അത് വിൽക്കുന്നതായി കാണാൻ സാധിച്ചു. സ്കൂൾ മാനേജ്മെൻറ്റ് മാറ്റം, അതിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് പല ആളുകളും ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ DPയുടെ അനുമതിയോട് കൂടി മാത്രമേ സ്കൂൾ സ്ഥലമടക്കം വിൽക്കാൻ പാടുള്ളൂ എന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സ്കൂൾ വാങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൊണ്ടോട്ടി അല്ലെങ്കിൽ മറ്റുള്ള സ്കൂളുകളൊക്കെ തന്നെ കച്ചവട താല്പര്യത്തിൽ ചില വ്യക്തികൾ സ്കൂളുകൾ ഇനിയും ഒരുപാട് ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം പാലക്കാട്, അതുപോലെ തന്നെ കണ്ണൂർ, പല പ്രദേശങ്ങളിലും സ്കൂളുകൾ പതുക്കെ പല ആളുകളും ലോബികൾ സമ്മർദ്ദം ചെലുത്തി സ്കൂളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വിറ്റ ആളുകളൊക്കെ തന്നെ അവർ അങ്ങ് സൂചിപ്പിച്ച പോലെ പൂർവികരായ ആളുകൾ ആ നാട്ടിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും വിദ്യാഭ്യാസം അപ്രാപ്യമായ സമയത്ത് ഗവൺമെൻറ്റിന് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ല എന്ന നിലയ്ക്ക് തന്നെ സ്ഥലവും കെട്ടിടവും നൽകി. നമുക്കറിയാം ഇക്കാലത്ത് ഒരു അംഗനവാടിക്ക് 3 സെൻറ്റ് നൽകാൻ പൊതുപ്രവർത്തകരെന്ന് വലിയ ഹാലിളകി സംസാരിക്കുമെങ്കിൽ പോലും 3 സെൻറ്റ് പോലും നൽകാൻ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇവിടെ പൂർവികരായ ആളുകൾ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ സ്കൂൾ പൂട്ടുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റും ആര് എന്നല്ല, കഴിഞ്ഞ UDF ഗവൺമെൻറ് മാനേജ്മെൻറ്റിന് 100% എതിരായിരുന്നു എന്ന് പറയാനാണ് ഞങ്ങൾ അറിയുന്നത്. അല്ലാതെ മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തു എന്നത് തികച്ചും. ഞാൻ 5 വർഷക്കാലം ശമ്പളം കിട്ടാതെ അധ്യാപകർ ജോലി ചെയ്തിട്ട് വിദ്യാഭ്യാസ അവകാശ നിയമം 12-13 മുതൽ നിലവിൽ വന്നിട്ട് പോലും അധ്യാപകരെ 10% പോലും ഒഴിച്ചിട്ടരുത്, നിയമിച്ച അധ്യാപകർ ശമ്പളം കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് പോലും ശമ്പളം കെട്ടാതെ നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ലാസ്റ്റ് സമയത്താണ് കൊടുത്തത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് സർക്കാർ തന്നെ എക്കണോമിക് അൺഎക്കണോമിക് എന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എത്താം. അതിനു മുമ്പ് അങ്ങ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്ററിലേക്ക് വരാം. രാധാകൃഷ്ണൻ മാസ്റ്റർ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഒരു അംഗൻവാടിക്ക് 3 സെൻറ്റ് സ്ഥലം കൊടുക്കാത്ത ആളുകളാണ് സമരപ്പന്തലിൽ പോയിരുന്ന ആവേശത്തോടു കൂടി നഗരത്തിൻ്റെ മധ്യത്തിൽ കണ്ണായ സ്ഥലത്ത് 36 സെൻറ്റ് സ്ഥലം നിങ്ങൾ ഈ അനാദായകരമായ സ്കൂൾ നടത്തണം എന്ന് ആവശ്യപ്പെടുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും. അതിലൊരു എവിടെയോ ഒരു അഭംഗിയോ യുക്തി ചേരായ്മയോ ഇല്ലേ? തീർച്ചയായും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സമകാലീന കേരളത്തിൽ നമ്മുടെ മധ്യവർഗ സമൂഹത്തിനും ഇടത്തരക്കാർക്കുമൊക്കെ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വേണം നമ്മളതിനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ. 80കൾക്ക് ശേഷമാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതരത്തിലും അൺഎയ്ഡഡ് അല്ലെങ്കിൽ എയ്ഡഡിനകത്ത് പോലും അൺഎയ്ഡഡ് താല്പര്യങ്ങൾ വരികയും ഒക്കെ ചെയ്തുകൊണ്ട് പലതരത്തിലും ഇത്തരത്തിലുള്ള കുൽസിതമായ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. എല്ലാ മാനേജർമാരും അദ്ദേഹം പറഞ്ഞതുപോലെ പത്മരാജന്മാരല്ല. പലരും വളരെ മനോഹരമായി വൃത്തിയായി പണത്തിൻ്റെ ലാഭം മുന്നിൽ കാണാതെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, ത്യാഗത്തോടു കൂടിയിട്ട്. പല മാനേജർമാർക്കും സ്വന്തമായി സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവർ ജനങ്ങളോട് കാര്യങ്ങൾ പറയുകയും ജനകീയമായ കമ്മിറ്റികൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ആ കമ്മിറ്റികൾ വളരെ ഫലപ്രദമായി കോഴിക്കോട് ജില്ലയിൽ തന്നെ ഞാൻ ഈ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട്ട് മണിയൂർ UP സ്കൂളിൽ പോയി. അവിടുത്തെ മാനേജർക്ക് അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ സ്കൂൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വ്യക്തിപരമായി ഓരോരുത്തർക്കും സ്ഥലം വിട്ടുകൊടുക്കുന്നതിനും സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരു പൊതുബോധം, കേരളത്തിൻ്റെ ഒരു പൊതുബോധം, വിദ്യാഭ്യാസ ബോധം എന്ന് പറയുന്നത് പൊതു സ്കൂളുകൾ നിലനിൽക്കണമെന്ന് തന്നെയാണ്. താഹ നോക്കും, നമ്മൾ ഇതേ ചോദ്യം തന്നെ അങ്ങയോടും ചോദിക്കുന്നു. അങ്ങ് സമരപ്പന്തലിൽ ഇരുന്നയാളാണ് മലാപ്പറമ്പിൽ. പത്മരാജൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. പത്മരാജനെ പോലെയുള്ള മാനേജർമാർ എല്ലാവരും പത്മരാജന്മാരല്ലല്ലോ. 36 സെൻറ്റ് സ്ഥലം ഒരു സ്കൂളിന് വിട്ടുകൊടുക്കത്തക്ക രീതിയിലുള്ള ഉദാര മനസ്കത പുതിയ തലമുറയിൽ ഒരു മാനേജർക്കില്ലെങ്കിൽ, നിലവിലുള്ള നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ കൈ വിട്ടുകൊടുക്കേണ്ട എന്ന് അവകാശപ്പെടുന്നത്? അദ്ദേഹം ആ മാനേജർ അസോസിയേഷൻ്റെ ആൾ നാസർ പറഞ്ഞതിൽ യാഥാർത്ഥ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്കൂള് 146 വർഷം പഴക്കമുള്ള സ്കൂളാണ്. നിങ്ങൾക്കറിയാം 1870 സ്റ്റാർട്ട് ചെയ്ത സ്കൂളാണ്. ഇത് ഞങ്ങളുടെ വികാരമാണ് ഈ സ്കൂള്. ഇതൊരു സാമ്പത്തിക, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇവിടെയുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഇത് നടത്തുന്ന ഇവരാണോ ശമ്പളം കൊടുക്കുന്നത്? സർക്കാരിലെ എയ്ഡഡ് മേഖലയിലുള്ളതിന് സർക്കാരിലെ കൊടുക്കുന്നത്. അവിടെയുള്ള മെയിൻ്റനൻസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സർക്കാരിലെ, എല്ലാ സൗകര്യങ്ങളും ഗ്രാൻറ്റുകളും കൊടുക്കുന്ന സർക്കാരിലെ. അപ്പോൾ അവരുടെ എങ്ങനെയാവും? ഞങ്ങൾ സാധാരണക്കാരല്ല. സമരം ചെയ്യുന്ന സമരപ്പന്തൽ പോകുന്നതിന് മുമ്പ് എത്ര രൂപയാണ് ഗ്രാൻഡ് എയ്ഡ് ആയിട്ട് കിട്ടുന്നതെന്ന് അങ്ങ് അന്വേഷിച്ചിട്ടുണ്ടോ ഒരു വിദ്യാർത്ഥിക്ക്?
അത് സാങ്കേതികമായിട്ട് പറയാൻ കഴിവുള്ള സാങ്കേതികമായി പറയാം 3.25 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് 25 പൈസ നിരോധിച്ചിട്ട് പോലും വിദ്യാഭ്യാസ ഓഫീസർമാർ കണക്ക് കൂട്ടിയിരുന്നത് അതുവരെ, ഞാൻ അതിനെ ന്യായീകരിക്കാനല്ല, മെയിൻ്റെനൻസ് ഗ്രാൻഡ് കൊണ്ടൊന്നും സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല 3 രൂപ 25 പൈസ, ഹൈസ്കൂൾ തലങ്ങളിൽ 5 രൂപ. ഇപ്പം ഗവൺമെൻറ് ഈ കഴിഞ്ഞ 2 വർഷമായി വർദ്ധിപ്പിച്ചു 60 രൂപയും 80 രൂപ. അത് തന്നെ ലിമിറ്റ് ചെയ്ത് 1000 ഇരട്ടി വർദ്ധിപ്പിച്ചു. 1000 ഇരട്ടി വർദ്ധിപ്പിച്ചു. എത്ര ലിമിറ്റ് ചെയ്തു? 6000 കുട്ടികൾ പഠിക്കുമ്പോൾ വാദമുണ്ടല്ലോ, കഴിഞ്ഞ UDF സർക്കാർ മാനേജ്മെന്റുകളോട് ഒപ്പമില്ല എന്ന വാദം പിൻവലിക്കേണ്ടി വരും. 1000 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അല്ലാതെ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കാലഘട്ടത്തിനനുസരിച്ച്, അതായത് അധ്യാപകന്റെ ശമ്പളം 20 രൂപയായിരുന്ന കാലത്ത് 3 രൂപ 25 പൈസ പിന്നെ 2.25 ഉണ്ടായി, 2 രൂപ 75 പൈസ ഉള്ളതാണ് വർദ്ധിപ്പിച്ചത്. ഞാൻ മെയിൻ്റെനൻസ് ഗ്രാൻഡിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഇവിടെ പറയുന്നത് സ്കൂളിൻ്റെ നടത്തിക്കൊണ്ട് മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ കുറവ്, സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യങ്ങൾ, മെയിൻ്റെനൻസ് ഗ്രാൻഡ് എന്നിട്ട് പോലും ലിമിറ്റ്. മലാപ്പുറം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ്റെനൻസ് ഗ്രാൻഡ് ആവശ്യമില്ല. കാരണം ഞങ്ങൾ അധ്യാപകന്മാർ തന്നെയാണ് അവിടെ ഓരോ വർഷവും ഓടും പട്ടിയും മാറ്റാനും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ PTA സഹകരണത്തോടുകൂടി വൻതോതിൽ തുക ചെലവഴിച്ച് സ്കൂൾ നന്നായിട്ടുണ്ട്. മാനേജർക്ക് 1 രൂപ പോലും ഒരു വർഷം ചെലവുണ്ടായിട്ടില്ല. നമ്മൾ മാനേജ്മെന്റിന്റെ ന്യായീകരിക്കാനല്ല, അസോസിയേഷന്റെ പ്രതിനിധികൾക്ക് വന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ സ്കൂളുകൾ അടച്ചു പൂട്ടുന്നതിനെതിരെ എന്ന നിലക്കാണ് ഒറ്റപ്പെട്ട സ്കൂളുകളിലെ കേസുകളിൽ മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞോട് ഒരൊറ്റ വിഷയം കൂടി പറയാണ്. തലമുറയായി കൈമാറി കിട്ടിയ സ്കൂളുകൾ എന്ന രൂപത്തിൽ മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞു. ഇപ്പോൾ ഇവിടെയുള്ള, ഇപ്പം ഞാൻ പാലാട്ട് സ്കൂളിനെ പ്രതിനിധിച്ചായിരിക്കുന്നത്. ഈ സ്കൂള് തലമുറയായി കൈമാറി കിട്ടിയത് എല്ലാ മാനേജ്മെൻറ്റിന്. മലാപ്പറമ്പും അങ്ങനെ തന്നെയാണ്. ഇത് 1957 രൂപീകരിച്ചതാണ് സ്കൂള്. ഇദ്ദേഹം ഇത് കൈവശപ്പെടുന്നത് 2006-ലാണ്. 2006-2007 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം സ്ഥലം കോടതിയിൽ നിന്ന് ബിനാമിയായി കൈവശപ്പെടുത്തുന്നത്. ആ കൈവശപ്പെടുത്തിയതിനു ശേഷം ഇതിൻ്റെ നാലകത്ത് അഷ്റഫ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഈ സ്കൂൾ നല്ല രീതിയിൽ നടത്താം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് അതിനുള്ള ക്വാളിഫൈഡ് ഉണ്ട്, എനിക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൂടി സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കൂടി എനിക്ക് കൈമാറി കിട്ടണം, അതിനുള്ള അവകാശം എനിക്കുണ്ട്, അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. അത് കിട്ടിയതിന് ശേഷം ഈ മാനേജ്മെൻറ്റ് കിട്ടുന്നത് നിലവിലുണ്ടായിരുന്ന മാനേജർ ശ്യാമള പോലും അറിയാതെയാണ് ഇദ്ദേഹത്തിന് കൈമാറി കിട്ടുന്നത്. കിട്ടിയതിന് 3 മാസങ്ങൾക്ക് ശേഷം പിന്നീട് ഗവൺമെൻറ്റിനോട് പറയുന്നത് ഇത് അൺഎക്കണോമിക് ആണ്, ഇവിടെ ഇത്ര കുട്ടികളെ ഉള്ളൂ, ഇവിടെ ഇത്ര അധ്യാപകരുണ്ട്, ഇത്ര ലക്ഷം കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഇത് അടച്ചുപൂട്ടണം. അപ്പോൾ ഇതിൽ മാനേജറുടെ താല്പര്യം, ഈ സ്ഥലം ഇതിന് ശേഷം ഏറ്റെടുത്ത താല്പര്യം വിൽപ്പന മാത്രമാണ്, റിയൽ എസ്റ്റേറ്റ് മാത്രമാണ് എന്ന് തന്നെയാണ്. ഞാനും വളരെ വ്യക്തമായി പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ പുതുതായി വാങ്ങുന്ന ആളുകളാണ് വിൽപ്പന കച്ചവടോട് കാണുന്നത്. പൂർവികരായ നടത്തിയ ഒരു മാനേജ്മെന്റ് സ്കൂൾ പൂട്ടുന്നതിന് സപ്പോർട്ടല്ല. ഈ പൂട്ടിയതിനെ ഒരിക്കലും ന്യായീകരിക്കില്ല. അതായത് അങ്ങ് തന്നെ കൃത്യമായി ഈ ചർച്ചയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, അടച്ചുപൂട്ടാൻ ആവശ്യപ്പെടുന്ന മാനേജർമാർ റിയൽ എസ്റ്റേറ്റ് താല്പര്യമുള്ള പുതിയ തലമുറക്കാരാണ് എന്ന മെസ്സേജാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് കാണുന്നുണ്ട്. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും അടച്ചുപൂട്ടുന്നതിന് അംഗീകരിക്കുന്നില്ല. മലബാറിലെ പൂർവികരായ ആളുകളുടെ സ്വത്തവകാശം കിട്ടിയ അവകാശം വരുമ്പോൾ അവർക്ക് തലമുറയായി കൈമാറി വരുന്നതാണ് ഡ്യൂ ടു ഇൻഹെറിറ്റൻസ്, അനന്തരാവകാശമായി കിട്ടിയ ആളുകൾ. അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ചില ആളുകൾ വാങ്ങുമ്പോൾ അവരത് ലാഭക്കച്ചവടം കൊണ്ട്. നമ്മൾ മാനേജ്മെൻറ്റിന് പറയാനുള്ളത്, ഇതിനെ എക്കണോമിക് അൺഎക്കണോമിക് എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. അതാണ് നമ്മൾ പറയുന്നത്. മാനേജ്മെന്റ് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായി നാം അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ വിഷയം ഈ പറയുന്നത് പോലെ ആദായകരം അനാദായകരം. താങ്കൾ തന്നെ പറഞ്ഞു 3.5 കോടിയുടെ ആസ്തി ഇങ്ങനെ വിട്ടുകൊടുക്കണോ. സത്യത്തിൽ എന്താണ് ഇവരുടെ നഷ്ടം? ഇവർക്ക് നഷ്ടം എന്ന് പറയുന്നത് ഒന്നില്ല. പക്ഷേ ഈ താല്പര്യം വരുമ്പോഴാണ് ഈ നഷ്ടത്തിന്റെ വിഷയം വരുന്നത്. എന്ന് പറയുന്നത്, ഞാൻ മാനേജറുടെ ഭാഗത്ത് നോക്കിയാൽ നഷ്ടം, ഇത് സ്വന്തമായി 36 സെന്റ് കോഴിക്കോട് നഗരത്തിലുള്ളവന് അത് അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ മക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നഷ്ടമുണ്ടാവുന്നത്. അതല്ല, അതൊരു കെട്ടിടമല്ല, അതൊരു സ്കൂളാണ്. അത് കേവലം ഒരു കെട്ടിടമല്ല, സ്കൂളാണ്. സ്കൂൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ കാണാൻ പാടില്ല. ആ ആംഗിൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ആ ആംഗിൾ പത്മരാജന് മാറ്റിവെക്കാൻ പറ്റാത്തോണ്ടാണല്ലോ ഈ പ്രശ്നം. പത്മരാജൻ അത് ഏറ്റെടുക്കുന്നത്, സ്കൂൾ ഏറ്റെടുക്കുന്നത് സ്കൂൾ നടത്താനാണ്, അല്ലാതെ ആ രീതിയിലല്ല. അത് ഒരു നഷ്ടം, നേരത്തെ മുടക്കിയതിനേക്കാൾ കൂടുതൽ പൈസ. അതാണ് നമ്മുടെ ചർച്ചയിൽ ഇന്ന് പുറത്തു കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായി കുറഞ്ഞ രൂപയ്ക്ക് സ്കൂൾ എന്ന രീതിയിൽ വാങ്ങുകയും അത് ഭൂമിയായി കച്ചവടം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ അപ്പോഴും മാനേജേഴ്സ് പ്രതിനിധി പറയുന്നത് പോലെ
തലമുറകളായി കൈമാറ്റം ചെയ്തു വന്നവരും 3500ഓളം സ്കൂളുകളിൽ അങ്ങനെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള മാനേജേഴ്സും ഉണ്ട്. നന്നായി ചെയ്യുന്ന മാനേജർമാരുണ്ട്. ഇതുപോലെയുള്ള താല്പര്യത്തെ നമ്മുടെ സമൂഹം അംഗീകരിക്കണോ, സർക്കാർ അംഗീകരിക്കണോ? അത് അംഗീകരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ KER എങ്ങനെയായിരിക്കും ഈ ചട്ടം വന്നു കൂടിയത്? ഒരു വർഷത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അനാദായകരമായ സ്കൂളിന്റെ നടത്തിപ്പ് വിട്ടൊഴിയാം എന്ന പ്രൊവിഷൻ എങ്ങനെയാണ്? അനാദായകരെന്ന് പറഞ്ഞിട്ടില്ല. അനാദായകരെന്ന് വകുപ്പ് സ്വമേധയാ തുടങ്ങുകയാണ്. സാമൂഹ്യ താല്പര്യത്തോടു കൂടി തുടങ്ങുന്നു. ആ സാമൂഹ്യ താല്പര്യത്തോടു കൂടി തുടങ്ങുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാം. പക്ഷെ അപ്പോഴും സർക്കാരിന്റെ അംഗീകാരം വേണം. ഈ സാമൂഹ്യ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നിരസിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അവിടെയാണ് അൺഎക്കണോമിക് എന്നൊരു ക്ലോസ് നിങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അൺഎക്കണോമിക് ആണെങ്കിൽ സർക്കാരിന് അനുവാദം. അൺഎക്കണോമിക് എന്ന് പറയുന്നത് 2002 കൂടി കേരളത്തിൽ വന്ന ഒരു വാക്കാണ്. എങ്ങനെയാണ് ആ വാക്ക് വന്നത്? വാക്ക് വന്നത് അതാണ്. ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ആദായകരമാണോ അനാദായകരമാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? എങ്ങനെയാണ്? അതൊരു കേവലമായ ഒരു പ്രയോഗം മാത്രമാണ്. അതെങ്ങനെയാ പ്രയോഗം? ആ വന്നത് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2002 ഒരു ഉത്തരവ് വന്നു. അധ്യാപകരുടെ ശമ്പളം, അധ്യാപകരുടെ DA, പെൻഷൻ, ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ വന്നു. ആ വന്ന കൂട്ടത്തിലാണ് ആദായകരം അനാദായകരം. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ആരും തന്നെ അംഗീകരിക്കാൻ പാടില്ല. അത് സ്കൂൾ ആദായകരം അനാദായകരം. ഒരു കുട്ടി പഠിക്കുന്ന സ്കൂൾ, 10 കുട്ടി പഠിക്കുന്ന സ്കൂൾ, 100 കുട്ടി പഠിക്കുന്ന സ്കൂൾ, എങ്ങനെയാണ് നിങ്ങൾക്ക് ആദായം അനാദായം എന്ന് പറയാ? 101 ആദായകരം, 100 ആദായകരമല്ല. ഈ ആദായകരം അനാദായകരം ചർച്ച കാലങ്ങളായി തുടങ്ങി. 2002 മുതൽ തുടങ്ങി. 90കളിലൊക്കെ ഉണ്ട്. ആന്റണി ഗവൺമെന്റിന്റെ കാലത്താണ് സ്കൂളുകൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത്. എക്കണോമിക് ആൻഡ് അൺഎക്കണോമിക്. ഒരു പക്ഷേ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി സർവവും ലാഭനഷ്ടത്തിലൂടെ, ലാഭക്കണ്ണുകളിലൂടെ അല്ലെങ്കിൽ നഷ്ടത്തിലൂടെ, നഷ്ടമാണെങ്കിൽ അടച്ചുപൂട്ടുക, ലാഭമാണെങ്കിൽ മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ മതി എന്നുള്ള നയം ആഗോളവൽക്കരണത്തിൻ്റെതായിരിക്കാം. പക്ഷേ നമ്മുടെ പൂർവികന്മാർ ഈ സ്കൂളുകൾ നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് നാട്ടുപ്രമാണിമാർ ഈ സ്കൂളുകൾ നടപ്പിലാക്കുമ്പോൾ ഉദ്ദേശശുദ്ധിയോടുകൂടി ആ അറിവിൻ്റെ വെളിച്ചം ആ സമൂഹത്തിന് പകരണമെന്ന സാമൂഹ്യ പ്രതിബദ്ധതയായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. പക്ഷേ കാലം മാറി, പ്രമാണി മാറി, ലാൻഡ് റിഫോംസ് വന്നു, സാധാരണക്കാരന് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് അതിരുകൾ വന്നു, പുതിയ തലമുറകൾ ഉണ്ടായി, ന്യൂക്ലിയർ ഫാമിലി ഉണ്ടായി. വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെത്തോളജി പ്രകാരം സരസ്വതി ക്ഷേത്രമാണ്. 99 നവംബറിൽ ശ്രീ T. ശിവദാസ മേനോൻ കേരളത്തിലെ ധനമന്ത്രിയാണ്. ആ സമയത്താണ് എക്കോണമിക് മെഷേഴ്സിന്റെ ഭാഗമായി പോസ്റ്റ് ക്രിയേഷൻ ബാൻ ചെയ്തുകൊണ്ട് അതിൽ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിൽ ഇടതുപക്ഷത്തിന് മെമ്പർമാരുള്ളൊരു സമയത്തായി ടേം കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഞാൻ അടുത്ത ചർച്ച അത് കൊണ്ടുവരാം. ഈ ടേം അനാദായകരം എന്ന ടേം പോലും കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം പറയട്ടെ, പാലാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറഞ്ഞു സ്കൂളുകൾ പൂട്ടിയിട്ടുണ്ട്. 2000 വന്നിട്ടുണ്ട്. 2001 കേരളത്തിലെ UDF ഗവൺമെൻറ് വന്നപ്പോൾ 103 സ്കൂളുടെ ലിസ്റ്റാണ് കഴിഞ്ഞ ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്ത് പൂട്ടാനുള്ളതെന്ന് വെച്ചു പോയി. അപ്പോൾ ഇത് 2002 ശേഷം വന്ന ഒന്നല്ല. ഈ മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരോട് കമ്പാഷനേറ്റ് ആയിട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ട മാനേജേഴ്സിന് പഴയ തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല. ആനുകൂല്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് സമുദായപരമായ അവരുടെ മേധാവിത്വം, ആ ഭാഗത്തുണ്ടായിരുന്ന ലാൻഡിൻ്റെ അളവ്, അതെല്ലാം ഈ ഭൂപരിഷ്കരണത്തിന് ശേഷം വരുന്നതിന് മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും അല്ലാതെയും ഒക്കെ അവരുടെ കയ്യിൽ ഇത് നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് ഒരു തലമുറയിൽപ്പെട്ടയാൾക്ക് 36 സെൻറ്റ് സ്ഥലം കോഴിക്കോട് നഗരത്തിലുണ്ടെങ്കിൽ, അത് പത്മരാജനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ വാങ്ങിയതല്ല, പൂർവിക സ്വത്തായി കിട്ടിയതുണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ കുട്ടികളില്ലെങ്കിൽ അത് അയാളുടെ കുടുംബത്തിന് ഉപയോഗിക്കാവുന്നതല്ല. കേവലമായ ഒരു സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന കാര്യത്തിൽ താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതൊരു സ്വകാര്യ സ്വത്തല്ല. കാരണം ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, ഒരു സ്ഥലമല്ല. അവിടെ നടക്കുന്ന ഒരുപാട് പഠന പ്രവർത്തനങ്ങളുണ്ട്. പഠനമാണ് സ്കൂളിൻ്റെ കേന്ദ്രം. ആ പഠനത്തിന് വേണ്ടിക്കൊണ്ടാണ് പണ്ടത്തെ ആളുകൾ സ്വയമേവ ഈ സ്ഥലവും അവരുടെ മനസ്സുമൊക്കെ ഇതിനു വേണ്ടിക്കൊണ്ട് അർപ്പിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് നമ്മളോട് ഉറപ്പ് നൽകിയിരുന്ന പത്മരാജൻ സാർ ഇത് കേൾക്കുന്നുണ്ടാകുമല്ലോ. ആ 36 സെന്റ് സ്ഥലം ഒരു സ്ഥലം മാത്രമല്ലെന്നും അതിനു പിന്നിൽ ചരിത്രത്തിൽ വീർപ്പിറ്റിച്ചു പോയവരുടെ അധ്വാനമുണ്ടെന്നും ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനയും ചിലരുടെ പ്രതീക്ഷയും ഉണ്ടായിരുന്നുവെന്നും ചർച്ചയുടെ ഈ ഭാഗത്ത് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു. നിലവിലുള്ള എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാഭ്യാസ മൂല്യത്തിൻ്റെ ശോഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും നിയമനമാണെന്നിരിക്കെ സർക്കാരിലേക്ക് PSCക്ക് ഇത് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു പൊതുസമരം കേരളത്തിൽ രൂപപ്പെട്ടു വരാത്തത്?
നിങ്ങൾ സമരം ചെയ്യുന്നുണ്ടല്ലോ എയ്ഡഡ് സ്കൂളിന്റെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണമെന്ന്. അല്ല, അത് 3500 സ്കൂളുകൾ പൂട്ടാൻ പോവുക. നിങ്ങൾ 3500 സ്കൂളിലും പോയിരുന്നു സമരം ചെയ്യൂ. 3500 കളക്ടറേറ്റിൽ എത്ര ദിവസം ഈ സ്കൂൾ തുടങ്ങും? അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ജന്മാവകാശമാണെന്ന് ഞങ്ങളെ പഠിച്ചതും പഠിപ്പിച്ചതും. അപ്പോൾ അതിനകത്ത് ലാഭേച്ഛയോടെ, ബഹുമാനപ്പെട്ട നമ്മുടെ അസോസിയേഷൻ മാനേജർ അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരു ലാഭേച്ഛയോടെ ഇതിനെ കാണുവാൻ പറ്റുകയില്ല. അന്യന്റെ സ്വത്തിൽ ഒരു അനാദായകരമായ സ്കൂൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആനന്ദം തോന്നും, പക്ഷെ സ്വന്തം സ്വത്തിൽ തോന്നുമ്പോൾ അത് തോന്നുന്നില്ല സാർ. അതാണ് മാനേജർ അങ്ങനെ പറയരുത്. ആ കാര്യം ശരിയല്ല. തീർച്ചയായും അന്യന്റെ സ്വത്തിലല്ലോ. ഇതിപ്പോ 97 മേടിച്ചിട്ട് 3,74,000 രൂപയ്ക്ക് രജിസ്റ്റർ പത്മരാജൻ ഒഴിച്ചു നിർത്തിയാൽ പുല്ലുവിട്ട്. എന്റെ ചോദ്യം അതല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത്? സമരത്തെ നമ്മൾ തള്ളി പറയുന്നില്ല, സമരത്തെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ആ ശബ്ദം ഉയർത്തുകയും ഒക്കെ ചെയ്തതിന് നന്ദി. പക്ഷേ അപ്പോഴും ഇതിനെ നിങ്ങൾ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ സമീപിക്കേണ്ടേ എന്നാണ് ചോദ്യം. അല്ല, ഞങ്ങൾ കേരളത്തിൽ ഇത് എന്ത് പ്രശ്നം 65 ദിവസമാണ്, 66ാം ദിവസം എന്നത് ഞങ്ങൾ ഇന്നും സമരമുഖത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഈ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ എത്ര ദിവസം മുന്നോട്ട് പോകാൻ സർക്കാരിന് പറ്റും? എന്താണ് മുമ്പിലുള്ള പോംവഴി? നിലവിലുള്ള KR അവിടെ ഇരിക്കുന്നു. 1 വർഷം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വമേധയെ ഒഴിഞ്ഞു പോകാം. അതിനൊരു കണ്ടീഷനും ബാധകമല്ല. അത് ഭേദഗതി ചെയ്യാൻ പോകുന്നു. ഭേദഗതി ചെയ്യാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ മറുവശത്ത്. പിന്നെ സർക്കാർ ഇത്രയും സ്കൂളുകൾ എങ്ങനെ ഏറ്റെടുക്കും? സാമ്പത്തിക ഭാരം. സ്കൂൾ പ്രവർത്തിക്കാനാണ് മാനേജർ. 10 പേര്, ഇപ്പം 20 പേരിൽ താഴെയുള്ള ഏകദേശം 670 സ്കൂളുകൾ. ഈ സ്കൂളുകൾ പൂട്ടേണ്ടതുണ്ടോ ഇല്ലയോ? പ്രായോഗിക സമീപനം എന്താ? ഇവിടെ 10 കുട്ടി 1 കുട്ടി എന്നുള്ളതല്ല. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ 1ഓ 2ഓ കുട്ടികളുള്ള എത്ര സ്കൂളിൽ ഈ വർഷം 30ഓ 40ഓ ആയി? പൂട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട് സാർ. അവിടെയും ജനസംഖ്യാ പെരുപ്പം കുറയുമ്പോൾ ഈ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ വേറെ ഏതോ ഒരു സ്കൂളിൽ കുറയുന്നുണ്ടെന്നാണ് അർത്ഥം. അല്ല, അതിൽ വേറൊന്നുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു സ്കൂളിനെ കുറിച്ചുള്ള സമൂഹത്തിന്റെ ധാരണ ഒരു ഘടകം തന്നെയാണ്. ഈ ധാരണ ആരാണ് ഉണ്ടാക്കേണ്ടത്? ഉണ്ടാക്കുന്നിടത്തൊക്കെ ഉണ്ടാവുന്നുണ്ട്, കുട്ടികൾ കൂടുന്നുണ്ട്. പൂട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പൂട്ടാം. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം അതാണ്. ഈ ബാക്കി 96 പേർ വന്ന സ്കൂളിന്റെ അവസ്ഥ എന്തായിരിക്കും? അവരെവിടെ നിന്നോ വന്നിട്ടുണ്ടാവും. അൺഎയ്ഡഡ് സ്കൂളിൽ നിന്നായിരിക്കും. അപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളെ നമുക്ക് ഓവർകം ചെയ്യാം. പക്ഷേ അതിന്റെ എണ്ണം കുറവാണ്. അത് കഴിഞ്ഞാലോ അൺഎയ്ഡഡ് സ്കൂൾ അപ്പോൾ റേഷ്യോ പ്രശ്നം വരും. 1:45 എന്നുള്ള റേഷ്യോ. ഇതിനകത്ത് പ്രായോഗികമായ ഒരു സമീപനം സർക്കാരിനുണ്ട്. ഒരു വീട്ടിൽ 4, 5, 8 മക്കളുള്ള ഒരു കാലഘട്ടം അതാണ്. 10-20 വർഷം മുമ്പ് 56 ലക്ഷം കുട്ടികൾ കേരളത്തിൽ സ്കൂളുണ്ടായിരുന്നു. ഇപ്പം 37 ചുരുങ്ങി 37 ലക്ഷമായി. ഇങ്ങനെ ഇല്ല അണ്ണയുടെ എല്ലാം കൂടി നേരത്തെ പറഞ്ഞാൽ 3.5 ലക്ഷം ഉള്ളൂ. 3.5 ലക്ഷം ഉള്ളൂ. ശരാശരി ആണെങ്കിൽ തിരിച്ചു പോക്കാൻ ഉണ്ടായിട്ടില്ല. അത് പ്രൈമറി ഘട്ടം കഴിഞ്ഞാൽ എല്ലാം തിരിച്ചു വരിക എല്ലാ കുട്ടികളും. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എനിക്ക് പറയാൻ തോന്നുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന കാര്യം. ഇപ്പോൾ 3000 ജില്ലാന സ്കൂളിൻ്റെ കണക്ക് പറഞ്ഞു. ചിലത് ഒരേ സ്ഥലത്ത് 2-3 സ്കൂള് 3, 5, 8 കുട്ടികളായി നിൽക്കുക. ആ സ്കൂൾ ക്ലബ് ചെയ്തുകൊണ്ട് ആ സ്കൂളിൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്കൂളാക്കി ആ സ്കൂളിനെ ഇൻ്റർനാഷണൽ നാഷണൽ ലെവലിലേക്ക് ഉയർത്തുന്ന രൂപത്തിലേക്കുള്ള ചർച്ച അനിവാര്യമാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രശ്നം ഓരോ തരമാണ്. എല്ലാത്തിനെയും ഒരു സർക്കിൾ നമുക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. അപ്പോൾ അത് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് നേരത്തെ ശ്രീ ചെറിയോമു സാറ് പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, എങ്ങനെയാണ് ഇതിനെ മെച്ചപ്പെടുത്താൻ പറ്റുക? അടച്ചു പൂട്ടുക എന്നുള്ളത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചാൽ അത് നന്നാക്കി എടുക്കാൻ സാധ്യമല്ല. അത് എങ്ങനെ പോസിറ്റീവായി അതിനെ സമീപിച്ചുകൊണ്ട് ഏതിനെയൊക്കെ ഒന്നും തീർന്നില്ല, ഏതിനെയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും, പ്രാദേശികമായി പഞ്ചായത്തുകളുടെ അംഗീകാരത്തോടുകൂടി എന്തൊക്കെ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നത് പരിഗണിക്കേണ്ടതാണ്. ഒരു സജഷൻ കൂടെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പറ്റാത്ത വരുന്ന സാഹചര്യങ്ങളിൽ ഈ പറയുന്ന മാനേജർക്ക് ആ ഭൂമി കൈമാറ്റം ചെയ്യാം. പക്ഷേ അത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാകണം. കൃഷിയുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഉള്ളത്, ഈ പ്രാവശ്യം 1ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികൾ 3,04,947 കുട്ടികളാണ്. 1ാം ക്ലാസ്സിൽ ചേരേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ കേരളത്തിൽ എത്രയുണ്ട്? 2011 സെൻസസ് വെച്ചുകൊണ്ട് നമുക്ക് കണക്കൂട്ടി നോക്കാൻ പറ്റും. ഏതാണ്ട് 4,82,381 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരേണ്ട പ്രായപരിധിയിലുള്ള കുട്ടികൾ കേരളത്തിലുണ്ട്. അതിൽ 1.5 ലക്ഷത്തോളം കുട്ടികൾ, നമ്മൾ കുറച്ചുകൂടി ഉണ്ടാവും, 1,77 ഉണ്ടാവും, 1.5 ലക്ഷത്തോളം കുട്ടികൾ നമ്മളെ പൊതുവിദ്യാലയങ്ങളിൽ വന്ന് ചേർന്നിട്ടില്ല. പൊതു എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, ഗവൺമെൻറ് അംഗീകാരമുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ. മറ്റു കുട്ടികൾ എവിടെയാണ് പോകുന്നത്? അവർ ഏത് പാഠ്യപദ്ധതിയാണ് പഠിപ്പിക്കുന്നത്? ഏതൊക്കെ ജാതി മത വർഗീയ പിന്തിരിപ്പൻ
സ്ഥാപനങ്ങളാണ് അവരിൽ ഒരു പോയിന്റ് കൂടി പ്രേക്ഷകർ വ്യക്തമാക്കാൻ ഒരു പോയിന്റ് കൂടി ഈ ഘട്ടത്തിൽ ഒരു പോയിന്റ് കൂടി പ്രേക്ഷകർ വ്യക്തമാക്കാൻ കൊടുക്കണം. CBSE എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നത്, കാരണം CBSE എന്ന പേരിൽ ഏതെങ്കിലും പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകൾ നടത്തുന്നുണ്ടെങ്കിൽ വ്യാപകമായ വഞ്ചിക്കലാണ് നടത്തുന്നത്. CBSE ഒരിക്കലും പ്രൈമറി അപ്പർ സ്കൂളുകൾക്ക് അഫിലിയേഷൻ അത് 9-10 ക്ലാസ്സുകൾക്കുള്ള ഒരു പരീക്ഷാ ബോർഡ് മാത്രമാണ്. എയ്ഡഡ് സ്കൂളുകളുടെ ഒരു ശോച്യാവസ്ഥയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. പക്ഷേ ഈ എയ്ഡഡ് സ്കൂളുകൾക്ക് MB ഫണ്ടും MLA ഫണ്ടും കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ SSCയുടെ ഫണ്ട് പ്രധാനമായിട്ടും മൂത്രപ്പുരകൾക്കും മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ മാനേജ്മെന്റ് സാമ്പത്തിക ക്ഷീണം കൊണ്ടാണെങ്കിൽ അവർ എഴുതി കൊടുക്കണം, ഗവൺമെന്റിലേക്ക് എഴുതി കൊടുക്കണം, ഞങ്ങളിത് തരാൻ തയ്യാറാണ്, നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞാൽ അത് നടത്താനുള്ള വകുപ്പുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം എന്തായിരിക്കണം? വിദ്യാഭ്യാസ നവീകരണമായിരിക്കണം, ലാഭമായിരിക്കും. പത്മരാജൻ സാറിന് MP ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 2 കോടി രൂപയ്ക്ക് ടോയ്ലറ്റ് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഷോപ്പിംഗ് മാളിന്റെ ടോയ്ലറ്റ് ആയി പോകുമായിരുന്നു എന്നാണ് അധ്യാപകൻ പറയുന്നത്. അതെ, അത് അവർക്ക് വിൽക്കാനുള്ള അധികാരമുണ്ട്. അതേ അവസരത്തിൽ അത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ചെയ്യുകയാണെങ്കിൽ 22 ലക്ഷം രൂപ മലാപ്പറമ്പിൽ പൊതുജനങ്ങൾ മുടക്കിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പത്മരാജന്റെ സ്വത്തായി മാറില്ലേ? അപ്പൊ അതാണ് എന്റെ വിഷയം. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചർച്ച മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്, ഏതെങ്കിലും അവസ്ഥയിൽ ഒരു മാനേജർക്ക് അടച്ചു പൂട്ടേണ്ടി വന്നാൽ ആ സ്ഥലം ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമായിരിക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അനധികൃത സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. 2, ഇനി അൺഎയ്ഡഡ് സ്കൂളുകൾ കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല. കാരണം ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ തരാതരം പോലെ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മുടെ പൊതു സ്കൂളുകൾ ഊർജ്ജശ്വാസം വലിക്കുന്നത്. ഈ പൊതു സ്കൂളുകളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നതാണ് കേരളത്തിൻ്റെ ആവശ്യം. സാർവത്രികതയും സാർവജനീയതയും ഒക്കെ ആയിക്കഴിഞ്ഞു. നമുക്ക് കേരളത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ 2ാം തലമുറ പ്രശ്നങ്ങളാണുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപകരുടെ ശാക്തീകരണമാണ്. അധ്യാപകർക്ക് ഏറ്റവും മികച്ച ട്രെയിനിങ് കൊടുക്കാനും അത് ഒരു പ്രഹസനമാക്കി മാറ്റാതെ, ഈ അടുത്ത കാലത്തെ അധ്യാപക ട്രെയിനിങ്ങുകളും ക്ലസ്റ്ററുകളും ഒക്കെ തന്നെ അർത്ഥമില്ലാത്തതായി തീരുന്നുവെന്ന് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആവേശം ജനിപ്പിക്കുന്ന, ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ട്രെയിനിങ്ങുകളാക്കുകയും അവർക്ക് വേണ്ട ഹാൻഡ് ബുക്കുകളായാലും ടെക്സ്റ്റ് ബുക്കുകളായാലും മറ്റ് സഹായ സൗകര്യങ്ങളായാലും അതിൻ്റെ പരിശോധനയും കൃത്യമാക്കുകയും പഠന സമയമടക്കം അധ്യാപികമാരാണ് 72% അധ്യാപികരാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അവർക്കടക്കം പഠന സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് സ്കൂളിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തേക്കും അടുത്ത ആഴ്ചത്തേക്കും പ്ലാനിങ്ങിന് വേണ്ടിക്കൊണ്ടുള്ള ജനാധിപത്യപരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. ബാർ തുറക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയേക്കാൾ സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇടം നൽകിയതിന് സർക്കാരിന് നന്ദി. ടോട്ടോ ചാൻഡയും കൊബാഷി മാസ്റ്ററും ഒരുപക്ഷെ തീവണ്ടി മുറിയിൽ വിദ്യാഭ്യാസത്തെ സ്വപ്നം കാണുകയും യാഥാർത്ഥ്യവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. പത്മരാജന്മാരുടെ കാലത്ത് ഇടുങ്ങിയ ഒരു സ്കൂളിൽ അധ്യയനം നടത്തേണ്ടി വരുന്ന പരിതാപകരമായ ഒരു അവസ്ഥയുമുണ്ട്. സർക്കാർ അത് മനസ്സിലാക്കണം. പത്മരാജനോട് പറയാനുള്ളത്, നിങ്ങൾ മലാപ്പറമ്പിൽ ഒരു സ്കൂൾ അടച്ചപ്പോൾ മാർക്ക് ട്വെയിൻ ആയിരുന്നെങ്കിൽ പറയുമായിരുന്നു, അടച്ചതൊരു സ്കൂളല്ല, നിങ്ങൾ മലാപ്പറമ്പിൽ തുറക്കാൻ ശ്രമിച്ചത് ഒരു ജയിലാണ്. വീണ്ടും എത്താം അടുത്ത ആഴ്ച. അതുവരെ നന്ദി.